There is a fountain filled with blood drawn from ഇന്ന് വരെ തിരിച്ചു വന്നിട്ടുണ്ട്. 274 കെട്ടിടം വീണപ്പോൾ കെട്ടിടം മാത്രം നിൽക്കുന്നു. എന്റെ ഡിഗ്രി ഒന്നല്ല, എന്റെ ഡോക്ടറേറ്റ് ഒന്നല്ല, എന്നെയോ ദൈവത്തിന് സ്തോത്രം. ഒരൊക്കെ പറഞ്ഞേ അതൊരു ഗംഭീരായി പോയി. കാര്യമായിട്ടൊരു സൗദം പറഞ്ഞു സ്തോത്രം. ഒരു മുടക്കും ഇല്ലല്ലോ, കാര്യമായിട്ട് പറ സ്തോത്രം. ഞാൻ ഉണ്ടാക്കിയ വേറൊരു സ്ലോഗനാണ്, ഏകി ജിന്ദഗി ഹേ ആരാധന കർക്കെ ഖതം കരേ. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ആരാധിച്ച് അവസാനിപ്പിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും എൻ്റെ സ്ഥാനം എവിടാന്ന് ചോദിച്ചാൽ ആഫ്രിക്കക്കാരുണ്ടായി, അവരാണ് ആരാധിക്കുന്നതിന്. അല്ല ഇന്ത്യക്കാരുടെ പോകണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പഞ്ചാബിലുള്ള മലയാളികളുടെ കൂടെ പോകാൻ സാധ്യത കുറവാണ്. ആരാധിക്കണം, ഒരൊറ്റ ജിന്ദഗിയുള്ളൂ, ആരാധിക്കണം, കാര്യമായിട്ട് ആരാധിക്കണം. പുറകിൽ ബുക്ക് സ്റ്റാളുണ്ട്, ഏതെങ്കിലും ഒരു ബുക്കെങ്കിലും നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിത് പുസ്തകം വിൽക്കാൻ കൊണ്ടുവന്ന് ഒന്നുമല്ല, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം കൊടുക്കണം, ഇഷ്ടമുള്ള രൂപ കൊടുക്കണം. $10, $5, $1, 10 പൈസ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളത് കൊടുത്തിട്ട് വാങ്ങിച്ചു. ഇത് അച്ചടിച്ചതിന് പൈസ കൊടുക്കാനുള്ളതുകൊണ്ടാണ് പൈസ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കത്തില്ല. 6 ലക്ഷം 7 ലക്ഷം രൂപ ഞാൻ പ്രസ്സിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കത്തില്ല. 5 പുസ്തകം അച്ചടിക്കാനായിട്ട് കമ്പ്യൂട്ടറിനകത്ത് കയറി കിടക്കുകയാണ്, DTP എടുത്തിട്ടിരിക്കുകയാണ്, പേജ് മേക്കിംഗ് ചെയ്യുകയാണ്. അടിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ വന്നിട്ടൊരു പുസ്തകം എഴുതി, There's a miracle in your mouth. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സംഭവിക്കും. ഭാര്യയെ കരുതയെന്ന് വിളിക്കാമെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ അവിടെ പോകാൻ ഇങ്ങനെ ഇരിക്കും. പിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവരരുത്, പ്രാർത്ഥിക്കാൻ അവൾ ക്ഷീണിച്ച് വരുന്നുണ്ടോ എന്ന് പറയരുത്. നിങ്ങളാ വിളിച്ച കരുതയെന്ന്. പിന്നെ അവളെന്തോ വായിത്തരണം, ഓട്ടോ വായിത്തരണം. കളിപ്പിക്കുകയല്ല, ചിരിപ്പിക്കുകയല്ല, കാര്യം പറയുക. വാട്ട് യു സേ ഇറ്റ് വിൽ ഹാപ്പൻ. അവിടെ ഭാര്യ നോക്കിക്കൊണ്ട് പറയണം, ഐശ്വര്യ റായ് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാമെങ്കിൽ അവിടെ കുറച്ചുകൂടെ നന്നായി ചിരിക്കാനൊക്കെ തുടങ്ങും. ഭർത്താവിനെ വിളിക്കണം ഷാരൂഖ് ഖാൻ, മോഹൻലാൽ എന്ന് വിളിച്ചാൽ കുറച്ചുകൂടെ വണ്ണമുണ്ടായത്, എന്തെങ്കിലും വിളിക്കുക. സോ ദാറ്റ്സ് എ മിറക്കിൾ ഇൻ യുവർ മൗത്ത്. നമ്മൾ വായിക്കണം. എന്തെങ്കിലും അച്ചടിച്ച് കഴിയുമ്പോൾ നിങ്ങളത് വായിക്കണം. എന്നിട്ട് ടോറൻ്റ് എഴുതുന്നുണ്ട്, വിജുവലൈസ് എഴുതിയ പുസ്തകമാണ്, നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. എൻ്റെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്ന പുസ്തകമാണ് ഇതാ അത്ഭുതങ്ങളുടെ താക്കോൽ. 1 കോടി കോപ്പിയാണ് എഴുതിയിരിക്കുന്നത്. ഇത് വായിച്ചിട്ടുള്ളതെന്ന് കൈവയ്ക്ക് ഇത്രയുള്ള എൻ്റെ കർത്താവ്. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ ജീവിതം എന്താണോ അതായിരിക്കത്തില്ല ഈ പുസ്തകം വായിക്കും. വേറെ പുസ്തകം ഇംഗ്ലീഷ് കമ്പലുണ്ട്. എൻ്റെ ആദ്യത്തെ ഭാര്യയുടെയും കൂടെയുള്ള സാക്ഷ്യമാണ്. ആ ഭാര്യ തന്നെ ഇപ്പോഴും കിട്ടും. ഒരു സാഹിബ് എൻ്റെ കൂടെ വന്നു അമേരിക്കയിൽ നിന്ന്. എവിടുന്നാണ്? ടോൾസ, ഒക്ലഹോമ. കാശ്മീർ മുതൽ ഞാൻ പോയിടത്തെല്ലാം യാത്ര ചെയ്തിട്ട് കേരളത്തിൽ വന്നില്ല. ബാക്കി ഞാൻ പോയ എല്ലാ സ്ഥലത്തും വന്നിട്ട് എൻ്റെ പ്രധാനപ്പെട്ട സ്റ്റോറികൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ക്യാൻസറായി മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ സഹോദരി, അവർ എഴുത്തുകാരിയാണ്. പല പുസ്തകങ്ങളും നിങ്ങൾ വായിക്കുന്ന എല്ലാം അവരാണ് എഡിറ്റ് ചെയ്തത്, വലിയ ആൾക്കാരുടെ. അപ്പം അവരെഴുതിയ ഒരു പുസ്തകമാണ്. ഇതിന് വില നിങ്ങൾ ഇഷ്ടമുള്ളത് കൊടുത്താൽ $15 കൊടുത്താൽ ഇതിൻ്റെ വിലയാണ് $10, $5.
രണ്ടും നിങ്ങൾ വാങ്ങിച്ചോളൂ. നിങ്ങളുടെ മക്കളെ കൊണ്ട് വായിപ്പിക്കണം. അസാധാരണമായ പുസ്തകം, അസാധാരണമായ പുസ്തകം. മലയാളത്തിൽ ലില്ലിയുടെയും എൻ്റെയും കൂടെ സാക്ഷ്യ പുസ്തകം മലയാളത്തിൽ ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സ്വാമികൾ 1983 84 എഴുതിയാണ്. അത് വാങ്ങിച്ചുകൊണ്ട് പോകണം. അവിടെയുണ്ട്. നിങ്ങൾ കരയും, നിങ്ങൾ ചിരിക്കും, നിങ്ങൾ പൊട്ടിച്ചിരിക്കും. ലില്ലി എഴുതിയൊരു പുസ്തകമാണ് ദ കൺഫെഷൻസ് ഓഫ് എ മദർ, ഒരമ്മയുടെ ഏറ്റുപറച്ചിൽ. ഞങ്ങൾക്ക് പറഞ്ഞോളൂ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പലരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത നമ്മുടെ പ്രാർത്ഥനയുടെ വാക്കുകളുടെ ഘടന ശരിയാകാഞ്ഞിട്ടാണ്. ഇത് ലില്ലി എഴുതിയൊരു പുസ്തകമല്ല. ലില്ലി കുടുംബത്തിന്, മക്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന. അതങ്ങ് എഴുതി വെച്ചപ്പോൾ ആരാണ്ട് പറഞ്ഞ് അച്ചടിക്കാൻ പറഞ്ഞു. അച്ചടിച്ചാണ്. വാങ്ങിച്ചോണ്ട് പോകണം. മലയാളത്തിൽ കാണും, ഇംഗ്ലീഷിൽ കാണും. എല്ലാ സഹോദരിമാർക്കും ഒരെണ്ണം ഉണ്ടായിരിക്കണം. സഹോദരന്മാർ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക്, പെണ്ണുങ്ങൾക്ക്, സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് എല്ലാവർക്കും വാങ്ങിച്ച് കൊടുക്കണം. ഞങ്ങളൊരു ന്യൂസ് ലെറ്റർ പ്രിന്റ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഇന്ത്യൻ മെസ്സഞ്ചർ ഇവിടെ കിട്ടുന്ന നിങ്ങളുടെ സംഗമം എന്ന് പറഞ്ഞ പേപ്പർ പോലെ 16 പേജിൽ ഫ്രീ ആയിട്ട് അയച്ചിരിക്കുകയാണ്. നിങ്ങൾ കരയും, ചിരിക്കും, സന്തോഷിക്കും. അസാധാരണമായ ഒരു മാസിക. ഇതിനകത്ത് 4 പേജേ ഉള്ളൂ. ഇത് പോലെ മറ്റേ വലിപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. അത് വേണമെങ്കിൽ പുറകിൽ ബുക്ക് സ്റ്റാളിൽ ഒരു സൈനപ്പ് പേപ്പറുണ്ട്. ആ പേപ്പറിൽ നിങ്ങളുടെ മേൽവിലാസം ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. ഇന്നലെ ഞാൻ പലരും എഴുതിയത്, ഞാൻ എഴുതിയത് വായിക്കാൻ നോക്കിയിട്ട് വായിക്കാനൊക്കുന്നില്ല. നിങ്ങൾക്ക് വായിക്കാം, എനിക്ക് വായിക്കാനൊക്കുന്നില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി അവിടെ കൊടുക്കുക. ഈ മാസിക, ഇന്ത്യൻ മെസ്സഞ്ചർ എന്ന് പറയുന്ന മാസിക, ഒക്ടോബർ മാസം മുതൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരും. ഇംഗ്ലീഷിൽ വരും. നിങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു കോപ്പി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. അവിടെ സ്റ്റോക്കുണ്ട്, എടുത്തുകൊണ്ട് പോകാം. ഞങ്ങളുടെ പല സീഡികൾ, നിങ്ങൾ അവസാനം പാടിയ പാട്ടുകൾ, നല്ല പാട്ടുകളൊക്കെ മിക്കതും ഞങ്ങളുടെയാണ്. എൻ്റെ ദൈവത്താൽ, യഹോവ റാഫ, യഹോവ ഇരേ, യേശു എൻ്റെ ജയക്കൊടി. നമ്മൾ അവസാനം പാടിയ പാട്ടുണ്ടല്ലോ, വീഴുന്നത് തീയിലല്ല, യേശുവിൻ്റെ കരത്തിലാണ്. അതൊക്കെ ഞങ്ങളുടെ പാട്ടുകളാണ്. അപ്പോൾ പാട്ടുകളുടെ സീഡികളൊക്കെ കാണും. നിങ്ങൾ വാങ്ങിച്ചോണ്ട് പോകണം. ഒരു കോപ്പിയെ ഞാൻ കൊണ്ടുവന്നുള്ളൂ. പക്ഷെ അത് കോപ്പി എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കണം. Don't keep it. It is not yours. Even though you are paying the money, it is not yours. ആർക്കെങ്കിലും കൊടുക്കുക. 10 കോപ്പി എടുത്ത് 20. എൻ്റെ പുസ്തകത്തിനും ടേപ്പിനും എല്ലാം കോപ്പി റൈറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ യു ഹാവ് ദ റൈറ്റ് ടു കോപ്പി. ഓക്കെ. എൻ്റെ സിനിമ 4 സിനിമ വാങ്ങിച്ചോട്ട് പോകണം. നല്ലതാണ്. ലില്ലിയുടെ പ്രസംഗമാണ്. സ്ത്രീയെ നീ കരയുന്നുണ്ട്, സ്ത്രീയെ നീ എഴുന്നേൽക്കുക, ഒക്കെ വാങ്ങിച്ച് കേൾക്കുക. നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ കുടുംബമായിട്ട് പോകുന്നവരോടൊരു അഭ്യർത്ഥന. എനിക്ക് എല്ലായിടത്തും ഓഫീസുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ചെങ്ങന്നൂർ, തിരുവല്ല, മല്ലപ്പള്ളി, മാരാമൺ, കോട്ടയം, എറണാകുളം, കോട്ടയ്ക്കൽ, കോഴിക്കോട്, പാലക്കാട്, മദ്രാസ്, ബാംഗ്ലൂർ, ഇവിടെ എല്ലാം ഓഫീസുണ്ട്. ഫാമിലിയായിട്ട് പോകുന്നവർ എനിക്ക് ഇമെയിൽ അയക്കാമെങ്കിൽ ഞാൻ നിങ്ങൾ ഒരു പെട്ടി പുസ്തകം തരാം. ഇവിടെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് വിതരണം ചെയ്താൽ ഫ്രീ ആയിട്ട് തരാം. നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ കാശ് കൊടുക്കണം. പക്ഷെ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ ഒരു പെട്ടി പുസ്തകം തരാം. അത് 1 കിലോ ആയിരിക്കാം, 10 കിലോ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ ഒരു ബോക്സിനകത്ത് നിങ്ങൾ കൊണ്ടുവരാമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുത്താൽ ആളുകൾ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഒരു വാശിയാണ്. അതിനാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നതും പ്രസിദ്ധീകരിക്കുന്നതും ഒക്കെ. അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലായിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ടെലിവിഷനകത്ത് പ്രസംഗിക്കുന്നുണ്ട്, പവർ വിഷനിൽ പ്രസംഗിക്കുന്നുണ്ട്, ഹാർവസ്റ്റ് TV-യിൽ പ്രസംഗിക്കുന്നുണ്ട്, സൂര്യ TV-യിൽ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ സൗകര്യമുള്ളവർക്ക് പോകാൻ തന്നെ ഒരു ബുക്ക് മാർക്ക് അവിടെ കിട്ടും. ആ ബുക്ക് മാർക്ക് വാങ്ങിച്ചു കൊണ്ടുപോകുക. ആ ബുക്ക് മാർക്കിൽ എൻ്റെ TV പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അതിനകത്ത് എൻ്റെ ഇമെയിൽ ID ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും ഒരു ഡിവോഷൻ മെസ്സേജ് ഇംഗ്ലീഷിൽ അയക്കുന്നുണ്ട്, മലയാളത്തിൽ അയക്കുന്നുണ്ട്. എല്ലാ ദിവസവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. മലയാളത്തിലാണെങ്കിലും കിട്ടും, ഇംഗ്ലീഷിലാണെങ്കിലും കിട്ടും. ഒരു ജോക്ക് അയക്കുന്നുണ്ട്, ഒരു ബൈബിൾ വേഴ്സ് അയക്കുന്നുണ്ട്. പാസ്റ്റേഴ്സിന് ആഴ്ചയിൽ ഒരിക്കലും ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ലീഡേഴ്സിന് ആഴ്ചയിൽ ഒരിക്കലും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതിനകത്തൊരു ഇമെയിൽ ID ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ID ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഗുഡ് മോർണിംഗ് ഇന്ത്യ @outlook.com. എനിക്കൊരു ഇമെയിൽ അയക്കുക. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുള്ളപ്പോൾ എനിക്ക് എഴുതുക. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. എൻ്റെ ഓഫീസിൽ ഒരു പ്രെയർ ഗ്രൂപ്പ് സിസ്റ്റേഴ്സ് ഉണ്ട്, കുറേ പേര്, 8-9 പേര്. അവർ നിങ്ങൾക്ക് വേണ്ടി 30 ദിവസം പ്രാർത്ഥിക്കും.
നിങ്ങളുടെ അനുഗ്രഹമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ ഇപ്രകാരം ഈ കൺവെൻഷന് വേണ്ടി ക്ഷണിച്ച പാസ്റ്റർ ബ്ലസ്സിനോട് എനിക്കൊന്നും ഒത്തിരി സ്നേഹം വരുന്നു ഈ സമയത്ത് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ താമസം ഇങ്ങോട്ട് മാറണോ എന്നൊരു പിടിവലി നടക്കുകയാണ്. വരത്തില്ല, അഥവാ വന്നാൽ ഞാൻ ഈ സഭയിലെത്തുള്ളൂ കേട്ടോ. ഈ സഭ എനിക്ക് ഈ സഭ എനിക്ക് ഇഷ്ടപ്പെട്ടു, പാട്ട് ഇഷ്ടപ്പെട്ടു, വർഷിപ്പ് ഇഷ്ടപ്പെട്ടു. ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യട്ടെ. ഹല്ലേലൂയ. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ അകത്ത് മൾട്ടിപ്ലൈ നടക്കട്ടെ. പല ബ്രാഞ്ച് സഭകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. മന്ന 1, മന്ന 2, മന്ന 3, മന്ന 4 ഹല്ലേലൂയ സഭകൾ അനേകം ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ പറിച്ച് നടട്ടെ. എങ്ങനെയാണോ നെല്ല് പറിച്ചു നടുന്നത് അതുപോലെ ഈ കേരള നിങ്ങളെ പറിച്ചു നടട്ടെ. എന്നെ വിളിച്ചതിന് വളരെ നന്ദി. ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പി ജി വർഗീസ്. ഡൽഹിയിൽ താമസിക്കുന്നു. കേരളത്തിൽ അബദ്ധവശാൽ ജനിച്ചുപോയി. തെറ്റേക്ക് ഫലിതം പറഞ്ഞെന്നുള്ളത് ഒരു ഫലിതം പറഞ്ഞിട്ട് പ്രശ്നിക്കാം. ഒരു ഫലിതം എൻ്റെ 383 ഫലിതമുണ്ട്. ഈ കഷണ്ടിത്തല നിറച്ച ഫലിതമാണ്. ഒരു നമ്പർ പറയാം. സഹോദരിമാരാരെങ്കിലും ഒരു നമ്പർ പറയുമോ? 1 മുതൽ 383 വരെ ആ ഫലിതം പറയുന്നതായിരിക്കും. 100. അതൊരു കുരുത്തം കെട്ട നോൺ വെജ് ചോക്കാണ്. കൺവെൻഷനകത്ത് നോൺ വെജ് ചോക്ക് പറയുന്നത് ശരിയല്ല. എങ്കിലും പെങ്ങളെ നീ ചോദിച്ചപ്പോൾ എങ്ങനെയാ പറയാതിരിക്കുന്നത്? അവിടെ പറഞ്ഞേക്കാം. വടക്കേ ഇന്ത്യയിൽ പൂച്ചയില്ല. അത് ചോക്കല്ല, പരമാർത്ഥമാണ്. ഡൽഹിക്ക് വടക്കോട്ട് പൂച്ചയില്ല. ഒരു മലയാളി പയ്യൻ പഞ്ചാബിൽ വന്നു, അമൃത്സർ. അവിടെ വന്ന് കഴിഞ്ഞ് വെച്ച് അയാളുടെ കൂടെ ഒരു സർദാർജി ജോലിയുണ്ട്. സർദാർജി അടുക്കൽ എപ്പോഴും വീട്ടിലെ പൂച്ചയെ പറ്റി പറയും. സർദാർ പറഞ്ഞ പൂച്ചയോ? വീട്ടിലെങ്കിലും പൂച്ചയില്ല, ഉണ്ടെങ്കിലും വനത്തിലാണ്. പഞ്ചാബിൽ പൂച്ചയില്ല. അവർ ആ പൂച്ച കണ്ടിട്ട് പോലും ഇല്ല. അടുത്ത് വനത്തിലാണ് പൂച്ച. അയാൾ പറഞ്ഞല്ല, ഞങ്ങളുടെ നാട്ടിലെല്ലാ വീട്ടിലും പൂച്ചയുണ്ട്. അയാൾ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഈ ജോണിക്കുട്ടി നാട്ടിൽ പോയപ്പോൾ വിചാരിച്ചു ഒരു പൂച്ച കൊണ്ടുവന്ന് ഈ സർദാർജിയെ കാണിക്കണം. അയാളൊരു പൂച്ച പിടിച്ചു, ഒരു കൊട്ടയ്ക്കകത്ത് വെച്ചു, ഒരു കൊച്ചു വട്ടിക്കകത്ത് വെച്ചു. എന്നിട്ട് കൊണ്ടുവന്ന് സർദാർജി കൊടുത്തു. അയ്യോ, സർദാർജിയുടെ സന്തോഷം! അയാൾ അതുവരെ പൂച്ച കണ്ടിട്ടില്ല, പൂച്ച പിടിച്ചിട്ടില്ല. അയാൾ പൂച്ച എടുത്തു. അത് വലിയ എനിക്കൊരു ആക്ട് ചെയ്യും കേട്ടോ, പണങ്ങൾ. അയാൾ പൂച്ച എടുത്തു. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. എന്നിട്ട് ചോദിച്ചാൽ ഇതിനെ എങ്ങനെയാ വളർത്തുന്നത്? അത് പൂച്ച കണ്ടിട്ടില്ലാത്ത പക്ഷെ വളർത്തുന്ന അറിയത്തില്ല. പറഞ്ഞത് പട്ടിയെ പോലെ. പട്ടി വീട്ടിന് വെളിയിൽ, പൂച്ച വീട്ടിനകത്ത്. പട്ടിക്ക് ആഹാരം വെളിയിൽ കൊടുക്കും, പൂച്ചയ്ക്കകത്ത് കൊടുക്കും. അവിടെ പോയി വെള്ളം കുടിച്ചോളും. ഒരു ചാക്കിട്ട് കൊടുത്താൽ മതി, അവിടെ ഉറങ്ങിക്കോളും. ഓക്കെ, പട്ടിയെ വളർത്തുന്നവളെ ഞാൻ പൂച്ച വളർത്താം. അടുത്ത ദിവസം ജോണിക്കുട്ടി ജോലിക്ക് പോയപ്പോൾ നാട്ടാ സർദാർജി ഇരുന്നുകൊണ്ട് പൂച്ച കുളിപ്പിക്കും. സർദാർജി പൂച്ച കുളിപ്പിക്കത്തില്ല, അത് ചത്തു. അത് പറഞ്ഞു, പോടാ, നീയൊക്കെ കറുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്, ഞങ്ങളൊക്കെ വെളുത്തിരിക്കുന്നത്, ഞങ്ങൾ കുളിക്കും, ഞങ്ങളുടെ പട്ടിയെ കുളിപ്പിക്കും, അത് പൂച്ചയെ കുളിപ്പിക്കും. അത് പറഞ്ഞ് ചത്തു. പോടാ, ഒരു മൃഗവും ചാവത്തില്ല, നീ ഇതിന് ജോലിക്ക് പോകും. ഇതൊക്കെ ജോലിക്ക് പോകണം, സമയമായി. അയാൾ ഓടി അത് ജോലിക്ക് പോയി. വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ നാട്ടിലെ സർദാർജി ഇരുന്നുകൊണ്ട് കരയുന്നു. ചോദിച്ചു, എന്താ സർദാർജി കരയുന്നത്? പൂച്ചയകത്ത് പോയി. ഞാൻ അന്നേരം പറഞ്ഞില്ലയോ പൂച്ചയെ കുളിപ്പിച്ചാൽ ചാവുമെന്ന്. അയാൾ പറഞ്ഞു, പൂച്ചയെ കുളിപ്പിച്ചപ്പെടാൻ ചത്തെ, വെള്ളം പിഴിഞ്ഞ് കളഞ്ഞപ്പോഴാണ്. നോൺ വെജ് ചോക്ക ഞാൻ അന്നേരെ പറഞ്ഞില്ല. ആനിമൽ ലവേഴ്സ് വല്ലവരും ഉണ്ടെങ്കിൽ അവരുടെ കൊങ്ങായി കയറി പിടിക്കുന്ന പൂച്ചയെ കൊന്നതിന് ഞാൻ പറയും, ഈ പെങ്ങൾ പറഞ്ഞിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ ഇന്നലെ മലയാളം ബൈബിളാണ് കൊണ്ടുവന്നത്, ഇന്ന് ഇംഗ്ലീഷ് ബൈബിളാണ് കൊണ്ടുവന്നത്. എനിക്ക് കുറച്ചുകൂടെ പ്രസംഗിക്കാൻ എളുപ്പം ഇംഗ്ലീഷ് ബൈബിളാണ്. കാരണം ഞാൻ വടക്കേന്ത്യയിലാണ്. ഇന്ന് കാശ്മീരിലാണെങ്കിൽ നാളെ പഞ്ചാബിലാണ്, അടുത്ത ദിവസം ആസാമിൽ. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ മലയാളം ബൈബിൾ വായിക്കാൻ ഒക്കത്തില്ല, ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നതാണ് കുറച്ചുകൂടെ രസം. അതുകൊണ്ട് ഇംഗ്ലീഷ് ഒത്തിരി അറിയാം. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 11ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡോക്ടർ എന്ന് പറഞ്ഞ് എന്തിനാ എന്നെ എല്ലാവരും ഡോക്ടർ എന്ന് വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ നേഴ്സ് പോലും ആയിട്ടില്ല. ഡോക്ടർ എന്ന് വിളിക്കുന്നത് വിളിക്കുന്നത് വിളിച്ചോട്ടെ. ഡോക്ടർ പടിഞ്ഞാറക്കരയൊക്കെ അവരൊക്കെ വിളിക്കാൻ അവർ യോഗ്യരാണ്, അവരൊക്കെ പഠിച്ചതാണ്, അവർക്ക് സമയം ചെലവഴിച്ചവരാണ്, റിസർവ് ചെയ്തവരാണ്. എനിക്ക് വെറുതെ ഓസിന് കിട്ടിയതാണ്. വേദപുസ്തകത്തിലുണ്ട് അപ്പസ്തല പ്രവൃത്തി പുസ്തകം.
ഞാൻ 2-3 പുസ്തകം വർഷത്തിലൊരിക്കൽ സാവധാനത്തിൽ വായിക്കും. പ്രത്യേകിച്ച് 2 പുസ്തകം. ഒന്ന് ജോഷുവ, 3 പുസ്തകം. ഒന്ന് ജോഷുവ സാവധാനത്തിൽ വായിക്കും. 2 എഫേസ്യർക്ക് എഴുതിയ ലേഖനം സാവധാനത്തിൽ വായിക്കും. 3 അപ്പോസ്തല പ്രവൃത്തി സാവധാനത്തിൽ വായിക്കും. എല്ലാ വർഷവും വായിക്കും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എവിടെയാണെന്നറിയാം? അപ്പോസ്തല പ്രവൃത്തി ഉൽപ്പത്തി പുസ്തകത്തിന് ശേഷം. ഞാൻ വന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. Now Peter and John went up together into the temple at the hour of prayer, being the 9th hour. മലയാളികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഒക്കെങ്കിൽ ഒരു ഇംഗ്ലീഷ് മലയാളം കമ്പൈൻഡ് ബൈബിൾ വായിക്കുക. ബൈലിംഗ്വൽ ബൈബിൾ വായിക്കും. ഒരു വശത്ത് ഇംഗ്ലീഷും ഒരു വശത്ത് മലയാളവും. കാരണം ചിലപ്പം മലയാളത്തിനകത്ത് ഇല്ലാത്ത ചില അർത്ഥം ഇംഗ്ലീഷിനകത്ത് കുറച്ചുകൂടെ സ്പഷ്ടമാണ്. ചിലപ്പം ഇംഗ്ലീഷിനകത്ത് ഇല്ലാത്തത് മലയാളത്തിനകത്ത് സ്പഷ്ടമാണ്. അതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ചു വെച്ച് വായിക്കുന്നതാണ്. ഇവിടെ എടുത്തിരിക്കുകയാണ് നൗ പീറ്റർ ആൻഡ് ജോൺ. നൗ എനിക്ക് ഓരോ വാക്കുകൾ എടുത്ത് പഠിക്കുന്നത് വലിയ ഇഷ്ടം. ഒരു വാക്ക് എല്ലായിടത്തും ഒരു വാക്കിന് അർത്ഥം ഉണ്ടാകണമെന്നില്ല. എങ്കിലും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവദാസന്മാരെ പ്രേരിപ്പിച്ച് എഴുതുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനൊരു പ്രത്യേക അർത്ഥം കാണും. ഇവിടെ എഴുതിയിരിക്കുകയാണ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ല, അത് വേറെ കുറെ അർത്ഥം കൂടെ ദൈവം എനിക്ക് കാണിച്ചു. 1-ാം അധ്യായത്തിൽ എടുക്കേണ്ട അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ അവിടെ ഇവര് തമ്മിൽ ഈ രണ്ടുപേരും ശിഷ്യന്മാർ രണ്ടുപേരും ഒരു കിരികിരിപ്പുള്ളതായിട്ട് യോഹന്നാൻ 21-ാം അധ്യായത്തിൽ അദ്ദേഹം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഞാൻ കഴിഞ്ഞ കൺവെൻഷൻ പാസ്റ്റർ കുന്നേലിൻ്റെ സഭയിൽ നിലയുണ്ടായിരുന്നു. പാസ്റ്റർ കുന്നേലിൻ്റെ സഭയിൽ ഞാൻ 20-21 പ്രസംഗിച്ചു. 21-ാം അധ്യായത്തിനകത്ത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവസാനത്തെ സന്ദേശം, നീ എന്നെ സ്നേഹിക്കുമോ? സ്നേഹിക്കും. അതൊക്കെ കഴിഞ്ഞ് യേശുവും പത്രോസും കൂടെ നടക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ പുറകെ വരികയാണ്. അത് പത്രോസിന് ഇഷ്ടപ്പെട്ടില്ലെന്ന എൻ്റെ വിചാരം. അതിൻ്റെ കാരണം പത്രോസ് യേശുവിൻ്റെ ചോദിക്കും, യവന് എന്തോ സംഭവിക്കും. ഒരസൂയ. ദൈവമക്കളായ ഇച്ചിരൊക്കെ അസൂയ കാണും. എനിക്ക് എന്നേക്കാൾ നിങ്ങളുള്ളവരെ കാണുമ്പോൾ ചെറിയൊരു അസൂയുണ്ട്. പ്ലസിനെ കാണുമ്പോൾ ചെറിയൊരു അസൂയ ഇല്ലാതില്ല കേട്ടോ, അല്ലേ? കുറച്ചുകൂടെ സൗന്ദര്യമുള്ളവരുണ്ടെങ്കിൽ, കുറച്ചുകൂടെ വലിയ കാറുണ്ടെങ്കിൽ, അങ്ങനെയുള്ളതിനൊന്നും എനിക്ക് അസൂയയില്ല. എങ്കിലും ചിലപ്പോഴൊക്കെ ഒരു അസൂയ ഇല്ലാതില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിന് ഞാൻ സപ്രസ് ചെയ്യാൻ നോക്കും. 1973 നവംബർ മാസത്തിൽ ഒരു ദൈവദാസന്റെ പ്രസംഗം ഞാൻ ഇറ്റാർസിയിൽ വെച്ച് കേട്ടു. പാസ്റ്റർ മാങ്ങാനം ജോസഫ്, ഒരു പഴയ ദൈവദാസനാണ്. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഒരിക്കലേ പറഞ്ഞോളൂ, ഞാൻ 100 പ്രാവശ്യം കേട്ടു. നിനക്ക് അനുഭവിക്കാൻ യോഗമില്ലെങ്കിലും കണ്ട് സന്തോഷിക്കാനെങ്കിലും ഒരു ഭാഗ്യം വേണം. എന്നോട് പറയട്ടെ, നിനക്ക് അനുഭവിക്കാൻ യോഗമില്ലെങ്കിലും കണ്ട് സന്തോഷിക്കാനെങ്കിലും ഒരു ഭാഗ്യം വേണം. വലിയൊരു വീട് ഒരാളുടെ കാണുമ്പോൾ, ഒരു ദൈവദാസന്റെ വലിയ സഭ കാണുമ്പോൾ, ഒരാൾ നല്ലതുപോലെ പാടുമ്പോൾ, ഒരാൾ നല്ലതുപോലെ പ്രസംഗിക്കുമ്പോൾ, ഞാനൊരു ഉപദേശിയായ ഉപദേശിയുടെ ഭാഷയിൽ പറയുക, ഇതൊക്കെ അനുഭവിക്കാൻ എനിക്ക് യോഗമില്ലെങ്കിലും കണ്ട് സന്തോഷിക്കാൻ ഒരു ഭാഗ്യം വേണം. അപ്പൊ ഈ പത്രോസിന്റെ ഒരു എവനെ എന്തോ വരും. ഇവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ്. മറ്റവന്റെ നന്മയും അവനെന്തിനാ നമ്മുടെ പുറകെ വരുന്നേ? ഞാൻ മാത്രം വന്നാൽ പോരായോ? 1-ാം അധ്യായത്തിൽ 21:1 ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം, ഒരു ഭിന്നത, ഒരു അസൂയ, ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ്, ഒരു ഗ്രഡ്ജ് ഏതാണ്ടൊക്കെ ഉണ്ട്. എന്നാൽ 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചു നടക്കാൻ തുടങ്ങി. 1-ാം അധ്യായത്തിനകത്ത് ഇവർ തമ്മിൽ എവനെന്തിനാ വരുന്നത്? പക്ഷേ 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ അത് അപ്രത്യക്ഷമായി. അതിങ്ങനെ 1-ാം അധ്യായത്തിൻ്റെയും 3-ാം അധ്യായത്തിൻ്റെയും മധ്യത്തിൽ ഒരധ്യായമുണ്ട്, 2-ാം അധ്യായം. അവിടെ എന്താണ്? പരിശുദ്ധാത്മസ്നാനം. പരിശുദ്ധാത്മസ്നാനം വന്നപ്പോൾ, ആ തീ ഇറങ്ങി വന്നപ്പോൾ അവരിലുണ്ടായിരുന്ന കോമ്പറ്റീഷൻ സ്പിരിറ്റ് നഷ്ടമായി. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിന്
നിന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചോ? അന്യഭാഷ പറഞ്ഞു എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. അന്യഭാഷ പറയുന്നവരുടെ എല്ലാവരുടെയും ഭിന്നത പറയുകയും പിന്നെ കാനഡയിലുള്ള എല്ലാവരും കൂടെ ഒന്നിച്ചായി വയ്ക്കത്തില്ല. അന്യഭാഷ വന്നല്ലോ, അന്യഭാഷ നല്ലതാണ്. പൗലോസ് പറയുന്നത് പോലെ ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെക്കാളും അവരെക്കാളും എല്ലാവരെക്കാളും കൂടുതൽ അന്യഭാഷ പറയുന്നു. ഞാൻ അന്യഭാഷ പറയും, നടക്കുമ്പോൾ പറയും, കുളിക്കുമ്പോൾ പറയും, നടക്കുമ്പോൾ പറയും. എപ്പോഴും ഞാൻ രാവിലെ 1 മണിക്കൂർ നടക്കാൻ പോകും. അതിന് എന്തോ ചെയ്യുമെന്ന് അറിയാം, അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കും, നല്ലതാണ്. പക്ഷെ അത് മാത്രം പോരാ. കർത്താവിൻ്റെ കൂടെ പറയാൻ, കർത്താവ് എന്തിനെ തീ എന്നിൽ ഇറങ്ങട്ടെ, നിനക്കിഷ്ടമില്ലാത്തതെല്ലാം ഒന്ന് കത്തിച്ചാരമായി തീരട്ടെ. ഞങ്ങൾ എഴുതിയ പാട്ടാണത്. 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മസ്നാനം കഴിഞ്ഞപ്പോൾ അവർ ഒന്നിച്ചു പോകാൻ തുടങ്ങി. പരിശുദ്ധാത്മസ്നാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ now Peter and John went up together into the temple. ഒന്നിച്ച് പോയി. went up into the temple. ഞാൻ ഒരു ദിവസം ഇടയ്ക്ക് പ്രസംഗിക്കുകയുണ്ടായി. went up. നീ ആരാധിക്കാൻ പോകുമ്പോൾ നീ മേലോട്ടാ മതി. മലയാളത്തിൽ ആ അപ്പില്ല, ചേർക്കാനൊക്കത്തില്ല. അന്ന് ഇംഗ്ലീഷുണ്ട്, ഒരിടത്തല്ല ഒത്തിരി ഇടത്തുണ്ട്. ആരാധിക്കാൻ പോയതിനെ പറ്റി എഴുതുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോയതിനെ പറ്റി പറയുമ്പോൾ അവിടെ എല്ലാം എഴുതുന്നത് വേണ്ട. നീ ആരാധിക്കുമ്പോൾ നീ മുകളിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആരാധിക്കണം, വീട്ടിലിരിക്കുമ്പോൾ ആരാധിക്കണം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരാധിക്കണം. ടെലിവിഷൻ അങ്ങ് ഓഫ് ചെയ്യണം. എത്ര നേരം ആ ടെലിവിഷൻ കാണുന്നേ. ഒരു പ്രോഗ്രാം കണ്ടു, അത് കഴിയുമ്പോൾ വേറെ പ്രോഗ്രാം കണ്ടു, അത് കഴിയുമ്പോൾ വേറെ പ്രോഗ്രാം കണ്ടു, എല്ലാം എഴുതുന്നത്. പ്രോഗ്രാം ഞാൻ വീട്ടിൽ ഉറക്കം വരുത്തുകൊണ്ടാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിലെ കാര്യമല്ല പറഞ്ഞു, അപ്പുറത്തെ സർക്കാരിന്റെ കാര്യം പറയുകയാണ്. പ്രാർത്ഥിക്കണം. വയറ്റുവേദന വരുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടിയ. മോള് മുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി കഴിയുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടിയ. നല്ല കാലത്ത് നീ ആരാധിക്കുന്ന സമയത്ത് മുകളിലോട്ടാണ് പോകുന്നത്. നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുകളിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ നേരം പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക, കൂടുതൽ നേരം വേദപുസ്തകം വായിക്കാൻ ശ്രമിക്കുക, കൂടുതൽ നേരം എനിക്ക് ആരാധിച്ചാൽ മതി വരാത്ത ഒരു മനുഷ്യനാണ്. ഒത്തിരി പ്രസംഗകർ, വളരെയേറെ പ്രസംഗകർ ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് പ്രസംഗിക്കുന്ന ഒരു 5 മിനിറ്റ് മുമ്പേ പോകത്തുള്ളൂ. ഞാനങ്ങനെയല്ല. ആരാധന തുടങ്ങുമ്പോഴേ അവിടെ ചെല്ലും. ഞാൻ ആരാധിക്കാം, ഓടി നടന്ന് ആരാധിക്കും. ഹല്ലേലൂയ. ആരാധിച്ചാലും മതി വരാത്ത ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ആരാധിക്കുന്നത് പോലെ ആരാധിച്ചെങ്കിലേ ആരാധനയാവുക എന്നുള്ളതല്ല. എങ്കിലും നിനക്ക് തൃപ്തി വരത്തക്കവണ്ണം നീ ആരാധിക്കണം കേട്ടോ. മാത്രമല്ല എൻ്റെ കർത്താവിന് തൃപ്തി വരത്തക്കവണ്ണം നീ ആരാധിക്കണം. നിനക്ക് തൃപ്തിയായിരിക്കണം, കർത്താവിന് തൃപ്തിയായിരിക്കണം. ഹല്ലേലൂയ. ദൈവന്റെ ഐക്യതയോടെ പോയി. ഇനി പറയുന്നത് എഴുതിയെടുത്താട്ടെ. ഐക്യത ഉണ്ടാകുകയല്ല, ഉണ്ടാക്കിയെടുക്കുകയാണ്. ഭാര്യയും ഭർത്താവും കൂടെ ഐക്യത ഒരിക്കലും ഉണ്ടാകത്തില്ല. എത്ര സ്നേഹിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 2 പേരൂടെ വന്നാലേ 2 കുടുംബത്തിൽ പറഞ്ഞ, ഒരു കുടുംബത്തിൽ പറഞ്ഞാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടനും അതിനും കൂടെ ചേർത്തില്ല. പിന്നെ 2 വീട്ടിലെ കാര്യം എന്താ പറയുന്നത്? വിചാരിച്ചു നിങ്ങളുടെ ഒരു പപ്പടത്തെ മനുഷ്യനുണ്ടായിരുന്നു, അത് കല്യാണം കഴിച്ചു, 2 പേരും ഭയങ്കര സ്നേഹം. വീട്ടിലോട്ട് വന്നു. അവിടെ വന്ന് കഴിപ്പിച്ച് അടുത്ത ദിവസം വന്നിട്ട് അവൾ ടൂത്ത് പേസ്റ്റ് എടുത്ത് ടൂത്ത് ബ്രഷിനകത്തോട് വരാണ്. നിങ്ങൾ വരുത്തുന്നത് ടൂത്ത് പേസ്റ്റ് എടുക്കുന്നത് അറ്റത്തൂന്ന് ഇങ്ങനെ ഞെക്കിയാണ് എടുക്കുന്നത്. അവിടെ വീട്ടിൽ അങ്ങനെയല്ല, നടുക്ക് ഞെക്കിയാണ് എടുക്കുന്നത്. വഴക്കുണ്ടാവുകയോ ഇല്ലയോ? പുറത്തൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ വീട്ടിലെ കാര്യം പറഞ്ഞല്ല, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞു. ഐക്യത ഉണ്ടാകുന്നില്ല, ഉണ്ടാക്കിയെടുക്കണം. And it's hard work. It is very, 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 very hard work. Hard work. ഞാനും എൻ്റെ ഭാര്യ ജോലി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ കുറച്ചുകൂടെ തങ്കടമുണ്ട്. ഞാനും എൻ്റെ ഭാര്യ തമ്മിൽ 2 സ്വഭാവമാണ്. ഞങ്ങൾ തമ്മിൽ ഐക്യതയുള്ള കാര്യം ആത്മീയമല്ലാത്ത വേറെ യാതൊരു കാര്യമില്ല. ലില്ലിക്ക് ചോറ് ഇഷ്ടം, എനിക്ക് ചപ്പാത്തി ഇഷ്ടം. ലില്ലിക്ക് വെജിറ്റബിൾ ഇഷ്ടം, എനിക്ക് വെജിറ്റബിൾ ഇഷ്ടമേ അല്ല, എനിക്കിഷ്ടം ചിക്കനാണ്. എനിക്ക് ചായ ഇഷ്ടം, ലില്ലിക്ക് കാപ്പി ഇഷ്ടം. ഇനിയും പറയുന്നത് കേട്ടാൽ നിങ്ങൾ ചിരിക്കും. ലില്ലിക്ക് ജനിച്ച അന്ന് മുതൽ 4 വർഷം മുമ്പ് വരെ ചായ, എനിക്ക് ജനിച്ച അന്ന് മുതൽ 4 വർഷം മുമ്പേ വരെ കാപ്പി. ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് കാപ്പി കുടിക്കുന്നില്ല, ചായ കുടിക്കാം. വീട്ടിൽ വന്നപ്പോൾ ലില്ലിയൊക്കെ പറഞ്ഞു, ലില്ലി ഞാൻ ഇനി തൊട്ട് ചായ കുടിക്കുന്നത്. ലില്ലി പറയും ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണെന്ന് കാപ്പി കുടിക്കാൻ. നിങ്ങളിത് വിശ്വസിക്കത്തില്ല, തമാശ പറയില്ല. ലില്ലി ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട്
ഞങ്ങൾ രണ്ടുപേരുടെയും സ്വഭാവം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഞങ്ങൾ ഐക്യതയോടെ ജീവിക്കുന്നു. ഞാൻ കഴിഞ്ഞൊരു ദിവസം പറയുകയുണ്ടായി, ഞാനും ലില്ലിയും കൂടെ വഴക്കുണ്ടായിട്ട് 20-ലധികം വർഷമായി. ഉണ്ടാക്കിയെടുത്തതാണ്. ഹാർഡ് വർക്ക്. എന്താ അവരുണ്ടാക്കിയെടുക്കാൻ കാര്യം? യേശു പറഞ്ഞത് അവർ ഓർത്ത് കാണും. 18-ാം അധ്യായത്തിന്റെ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആരെങ്കിലും 2 പേർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഐക്യമതപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം തരും. വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തുന്നതിൻ്റെ മുമ്പിൽ ഞങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഞങ്ങളാന്ന് പറയുന്നില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളെ ഒറ്റ ദിവസം, കഴിഞ്ഞ വർഷം ഒരൊറ്റ ദിവസം ആഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയില് ഞങ്ങൾ 4441 പേരെ ഒരൊറ്റ ദിവസം സ്നാനപ്പെടുത്തി. ഒറ്റ ദിവസം. ആളുകളുടെ ഒന്ന് ചോദിക്കാൻ എന്താ വർക്ക് ചെയ്ത് രൂപ കൂടുതൽ ഉണ്ടായിട്ടായിരുന്നു? എൻ്റെ കർത്താവ് കഴിഞ്ഞ മാസം 2.5 മാസം ഞങ്ങൾ സപ്പോർട്ട് കൊടുത്തില്ല. കഴിഞ്ഞ വർഷം 2.5 മാസം രൂപ ഇല്ലാഞ്ഞിട്ടാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണി നടന്ന് ഞാൻ വിഷമിക്കത്തില്ല. പക്ഷേ എൻ്റെ സഹോദരന്മാർക്ക് 25-ാം തീയതി രൂപ അയച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സാകെ പ്രളയപ്പെടും. എന്നിട്ട് വായിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും സ്നാനങ്ങളെന്നറിയും? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ സംഘടനയിൽ 39 ലീഡേഴ്സാണ്. കോർഡിനേറ്റേഴ്സ് എന്ന് പറയും, നിങ്ങൾ സെൻട്രൽ പാസ്റ്റർ എന്ന് പറയാം, വേണമെങ്കിൽ ബിഷപ്പ് എന്ന് പറയും. ബിഷപ്പല്ല, നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കാറില്ല, ഉപയോഗിച്ചാൽ തെറ്റല്ല. എങ്കിലും സെൻട്രൽ പാസ്റ്റർ 39 പേരുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ഐക്യത കാരണം ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു. ഞങ്ങൾക്ക് 5 മക്കളാണ്. 5 വലിയ എത്ര മക്കളാണ്? 6. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ലില്ലി പറയും, എനിക്ക് 5 ഉള്ള അച്ഛാൻ്റെ ഇനി അച്ഛാൻ്റെ അറിയാത്ത 6 മക്കള്. 5 എണ്ണം സ്വന്തം ഒരെണ്ണത്തിനെ എടുത്തു വളർത്തുന്നു. 6 മക്കള്. പക്ഷെ 5 മക്കളെ പറ്റി പറയാം. എൻ്റെ മക്കളെല്ലാം പഠിച്ചത് ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല പഠിച്ചത്. 12-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും ഇവിടെ നിന്ന് പറഞ്ഞു, വീട്ടിൽ നിർത്തി പഠിപ്പിക്കത്തില്ല, എവിടെയെങ്കിലും പോയി പഠിച്ചോ. ഒരാൾ കേരളത്തിൽ പോയി പഠിച്ചു BSc. രണ്ടാമത്തവളും 2 പെൺമക്കളും ബാംഗ്ലൂരിൽ പോയി പഠിച്ചു. 3-ാമത്തവൻ +1 പഞ്ചാബിൽ പോയി പഠിച്ചു. ഏറ്റവും അവസാനത്തെ അവൻ ബോംബെയിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫോറിനിൽ പോയി പഠിച്ചു. ഞങ്ങളുടെ മക്കളെ അവരെല്ലാവരും പോയി പഠിച്ചിട്ടും ആരും ഒരാൾ പോലും പിഴയായില്ല. അമേരിക്ക പോയി പഠിച്ചിട്ട് വഴിയായില്ല, സ്വീഡനിൽ പോയി പഠിച്ചിട്ട് വഴിയായില്ല. ആളുകളുടെ ചോദിക്കും, വർഗീസ സാധാരണ ഒരു ഉപദേശിക്ക് 5 മക്കളുണ്ടെങ്കിൽ 1-2 പിഴയാവും. നിന്റെ മക്കൾ ആരും എന്താ പിഴയാവാഞ്ഞത്? ഇന്ത്യയിൽ കേരളത്തിൽ പലയിടങ്ങളിൽ പോയി പഠിച്ചിട്ട് പിഴയാവാഞ്ഞത്, വിദേശത്ത് പോയി പഠിച്ചിട്ട് പിഴയാവും. ഞാൻ പറഞ്ഞുതരാം. ഞാനും എൻ്റെ ഭാര്യയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 2 പേരും കൂടെ കൈകോർത്ത് പിടിച്ച് ഐക്യതയോടെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മക്കൾ പിഴയായില്ല. ഐക്യത ഉണ്ടാകുന്നില്ല, ഉണ്ടാക്കിയെടുക്കണം. അവർ അവർ ദൈവാലയത്തിനകത്തേക്ക് കയറിപ്പോയി. ഇനി പറയുന്നത് കേട്ടാണ്. 2-3 ഉപദേശം ആ വാക്യത്തിനകത്ത് തരാം. At the hour of prayer being the 9th hour. 2 ഉപദേശം തരാൻ പോവുകയാണ് ഈ വേദപുസ്തകത്തിൽ. എൻ്റെ ഉപദേശം അല്ലെങ്കിൽ ഞാൻ എഴുതിയെടുത്തതല്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു മാത്രം. They went into the temple. They went into the temple. അവർ ദൈവാലയത്തിനകത്തേക്ക് കയറിപ്പോയി. എനിക്ക് ചിലരെ അറിയാം, നേരത്തെ വന്നാലും എല്ലാ കസേരയും ഒഴിഞ്ഞു കിടന്നാലും അവർ ഇത് പുറകിലേ ഇരിക്കത്തുള്ളൂ. കഴിയുമെങ്കിൽ വിദ്യചാരിയെ ഇരിക്കത്തുള്ളൂ. അതിനൊരു കാരണമുണ്ട്. പുരുഷന്മാർ, കാരണം ദൈവം ആദാമിനെ ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടാണ്. അതുകൊണ്ട് അവർ മണ്ണെ ചാരിയേ ഇരിക്കത്തുള്ളൂ. അച്ചായൻ അത് ചെയ്യരുത്. ഇത് ഏതാണ്? Come into the temple. അകത്ത് കയറി വരണം. വാതിക്കലല്ല ഇരിക്കേണ്ടിയേ. വാതിക്കൽ ഇരുന്ന ചവിട്ടുകൊള്ളും. അങ്ങാണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, വാതിക്കൽ ഇരിക്കുന്നതല്ല. അതിൻ്റെ അർത്ഥം അതല്ല. അകത്ത് വരണം. പുതിയ നോക്കിയിട്ട് അകത്ത് വരണം. മുമ്പിൽ വന്നിരിക്കണം. ഞാൻ എൻ്റെ മക്കൾ കൊടുത്തിരിക്കുന്ന ഉപദേശം, ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം, 5 കസേരയ്ക്ക് പുറകെ ഞാൻ പോകത്തില്ല. 5 കസേര ഒഴിഞ്ഞു കിടക്കുന്നില്ലെങ്കിൽ മാത്രമേ ഞാൻ 6-ാമത്തെ കസേര ഇരിക്കത്തുള്ളൂ, 7-ാമത്തെ ഇരിക്കത്തുള്ളൂ, പുറകിലോട്ട് പോകത്തുള്ളൂ. മുമ്പിൽ വരിക. അത്ഭുതം നടക്കുന്നത് എപ്പോഴും മുമ്പിലാണ്. അനുഗ്രഹം നടക്കുന്നത് എപ്പോഴും മുമ്പിലാണ്. അനോയിന്റിങ് നടക്കുന്നത് എപ്പോഴും മുമ്പിലാണ്. ഞാൻ തെളിയിച്ചു തരാം. അതുകൊണ്ട് അകത്ത് വരണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് അടുത്ത ഉദ്ദേശം കേട്ടാൽ സമയത്തിന് വരണം. അല്ല, സമയത്തിന് വരണം. സമയത്തിന് വരണം.
പോൾ യോങ്കിച്ചോയുടെ സഭയിൽ, പോൾ യോങ്കിച്ചോരാണ്, കൊറിയയിലെ പാസ്റ്ററാണ്, വലിയ സഭ, ലോകത്തിലെ ഏറ്റവും വലിയ സഭ അദ്ദേഹത്തിൻ്റെതാണെന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അല്ല ഏറ്റവും വലിയ സഭ. ആഫ്രിക്കയിലാണ് ഏറ്റവും വലിയ സഭ, നൈജീരിയയിലാണ് ഏറ്റവും സഭ. 45 ലക്ഷം പേരുള്ള സഭ നൈജീരിയയിലുണ്ട്. എങ്കിലും നമ്മൾ പറയുമ്പോൾ പോൾ യോങ്കിച്ചോ പറയുന്നു 10 ലക്ഷം പേരുടെ സഭ. അദ്ദേഹത്തിൻ്റെ സഭയിൽ 5 ലക്ഷം പേരുള്ളപ്പോഴാണ് ഞാൻ പോയത്. ഞാൻ പ്രസംഗിക്കാൻ പോയതല്ല കേട്ടോ, ഞാൻ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് ഒരു കാര്യം കണ്ടു. അവിടെ ആരാധന തുടങ്ങാൻ വിശദീകരിക്കാൻ സമയമില്ല കേട്ടോ. അവൻ വേഗത്തിൽ പറഞ്ഞു പോകാം. പാസ്റ്റർമാരുടെയൊക്കെ പറയട്ടെ, ഞാൻ എഴുതിയിട്ടുള്ള 2-3 പുസ്തകങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. ജോൺ ഓസ്റ്റിനെ പറ്റി എഴുതിയിരിക്കുന്ന പുസ്തകം അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്, പോൾ യോങ്കിച്ചോ എന്നെ പഠിപ്പിച്ചത്, ദാവീദും 5 കല്ലും. ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക, നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും, വളരെ അനുഗ്രഹമായിരിക്കും. കാരണം അവരെന്നെ പഠിപ്പിച്ചതൊക്കെ ഞാൻ എഴുതിയിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞുകൊണ്ട് പോൾ യോങ്കിച്ചോയുടെ സഭയിൽ ആദ്യത്തെ ആരാധന തുടങ്ങുന്ന 7:30-ക്കാണ്. ആളുകൾ 7 മണിയാകുമ്പോഴേ കഥ തുറക്കുന്നത്. ആ ഒരു 5 കഥ കൊണ്ട് ഒരു വശത്ത്, മറ്റേ വശത്തെ കഥ എല്ലാം അടച്ചിട്ടിരിക്കാൻ. ഈ കഥ കൊണ്ട് തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ടിക്കറ്റ് എടുത്ത് ഒരു സിനിമാ തിയേറ്ററിനകത്ത് ഇടിച്ചു കയറുന്നത് പോലെയാണ് കണ്ടു. ഒറ്റ കാരണം 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അടയ്ക്കും. പിന്നെ അവർക്ക് കയറാൻ പറ്റില്ല. എല്ലാവരും ഓടി വരും. ഓടി വന്ന് കഴിഞ്ഞിട്ട് ഒരു കസേര പിടിക്കും. കസേര കിട്ടിയില്ലെങ്കിൽ പിന്നെ നിൽക്കേണ്ടി വരും. ഇനി പിന്നെ കൊടുക്കുന്നറിയാം, അവർ വന്ന് വെച്ച് കസേര പിടിച്ചു വെച്ച് അവിടെ നിന്നിട്ട് പിന്നെ അച്ഛാമേ എന്തുകൊണ്ടായിരുന്നു വിശേഷം, ഇന്നലെ എന്താ ഉണ്ടാക്കിയിരുന്നു, നീ എന്തുകൊണ്ട് ഓടിക്കുട്ടി, നീ എന്നാ വന്നത്, എപ്പോഴെന്തൊരു മക്കളൊക്കെ സുഖമായിരിക്കുന്നു, മോൻ്റെ കല്യാണമൊക്കെ നല്ലോ ഇല്ല. അവരാരും വർത്താനം പറയത്തില്ല. അവരൊരു കസേര പിടിച്ചിട്ട് വേഗത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അവർ പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ട് പുൽപ്പിറ്റിയെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭാഷണിക്കുന്ന കസേര പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർ നേരത്തെ വരുന്നു, 1/2 മണിക്ക് മുമ്പേ വരുന്നു, പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ പാറശാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പാറശാല എവിടെ നിന്നറിയാം? പാലക്കാടിൻ്റെ അടുക്കലാണ്. മലയാളികൾക്കൊന്നും അറിയത്തില്ല കേട്ടോ, അവർക്ക് കാനഡയെ അറിയത്തുള്ളൂ. പാറശാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്തേക്കാണ്, കന്യാകുമാരിക്ക് പോകുന്ന വഴിയിലാണ്. അവിടെ ഒരു ദൈവദാസൻ പീറ്റർ അദ്ദേഹം എന്നെ കാണാൻ വന്നു. ഞാൻ ഒരിക്കലും വീട്ടിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ വന്നു. അന്ന് വെച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ വിശ്വാസം പഠിപ്പിച്ചത് ഒരു ശ്രീലങ്കക്കാരൻ്റെ ഒരു ഭാഷയാണ്. ശ്രീലങ്കനാണ്, തമിഴിലല്ല, ശ്രീലങ്കക്കാരൻ. അദ്ദേഹത്തിന് വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം സഭയിൽ വെച്ച് പറഞ്ഞു, നമ്മുടെ 300 പേരുകൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ, 3000 പേരെ തരണം. എല്ലാവരും വിചാരിച്ചടാ 300-3000 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും പാറശാല ഒരു കൊച്ചു സ്ഥലമാണ്, തിരുവനന്തപുരം അല്ല, അങ്ങൊരു കൊണ്ട് അവിടെ 3000 പേര് വരുന്നത്. അത് പറഞ്ഞു എല്ലാവരും വേണ്ടി ഓലയിട്ടാട്ടെ, പാവങ്ങളാണ്, പായൊന്നും തിരിക്കാനില്ല, ഓലയിട്ടാട്ടെ. പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓലയിട്ടു. പാസ്റ്ററിൻ്റെ ഒക്കെ പറഞ്ഞു അദ്ദേഹം ശനിയാഴ്ച അവിടെ ചെല്ലും, മുട്ടുകുത്തിയിട്ട്, ഞാൻ മുട്ടുകുത്തിയ പുറകെ ഇരിക്കുന്നവർ കാണാനൊക്കെ ഞാൻ മുട്ടുകുത്തുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കും. ഒരു സഹോദരി വരട്ടെ, രക്ഷിക്കപ്പെടാത്ത ഒരു സഹോദരി വരിക, ഈ സഭയിൽ വരിക, മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിശ്വാസം പ്രാപിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് മാറി ഓരോരുത്തരെ വിളിച്ചു വരുത്തി, എന്നിട്ട് പുരുഷന്മാരുടെ സ്ഥലത്ത് ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു പുരുഷൻ വരട്ടെ, ഇവിടെ വരിക, മാനസാന്തരപ്പെടാത്ത കാൽക്കുടിയൻ വരിക, മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, ഈ സഭയിൽ. എന്നിട്ട് എങ്ങനെയാണ് 2ാമത്തെ വരി, 3ാമത്തെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുട്ടുപൊട്ടി, ചോര ഒലിച്ചു. അദ്ദേഹം പറഞ്ഞ് നിർത്തിയില്ല. ഈ 3000 പേരിരിക്കുന്ന ഓലയുടെ മുമ്പിൽ ചെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസത്തേക്കൊന്നും സംഭവിച്ചില്ല. 3-4 മാസം കഴിഞ്ഞപ്പോൾ 1-2 പേര് വരാൻ തുടങ്ങി. പിന്നെ 5-6 പേരൂടെ വരാൻ തുടങ്ങി. പിന്നെ 10-25 പേരൂടെ വരാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ജനുവരി മാസം 1-ാം തീയതി 2012 ജനുവരി മാസം 1-ാം തീയതി ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയി. ഡിസംബർ 31 ഞാൻ അവിടെ ചെന്നപ്പോൾ സഭയിൽ 6000 പേരുണ്ട്, 120 പേരുടെ ഭയമുണ്ട്. എങ്ങനെ സംഭവിച്ചു? ഒന്നിച്ച് സമയത്തിന് മുമ്പേ ആളുകൾ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ. ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരട്ടെ, സഭയിൽ പോകണം, നേരത്തെ പോകണം, പ്രാർത്ഥിക്കണം, ഒന്നിച്ചു കൂട്ടി പ്രാർത്ഥിക്കണം. നേരത്തെ വന്നിട്ട് ഓരോ കസേരയും പിടിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ്, ഈ കസേരയുടെ ഒരാൾ വരട്ടെ, ഈ കസേരയുടെ ഒരാൾ വരട്ടെ, വരുന്നവർ രക്ഷിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യമായി തീരട്ടെ, പുൽപ്പിറ്റിയെ പിടിച്ചോണ്ട് പ്രാർത്ഥിക്കണം. കർത്താവ് പാസ്റ്ററോട് കൂടി ഇരിക്കണമേ, അദ്ദേഹത്തിന്റെ വായിനകത്തുള്ള തീ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2ാമത്തെ വാക്യം, and a certain man lame from his mother's womb was carried, whom they laid daily at the gate of the temple, which is called Beautiful, to ask alms of them that entered into the temple. ഒരു മനുഷ്യൻ, പേരില്ലാത്ത ഒരു മനുഷ്യൻ. ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു പറഞ്ഞു, ചിലരേതും പേര് വേദപുസ്തകം അത് എഴുതിയിട്ടില്ല. 2 അധ്യായത്തിൽ ഈ മനുഷ്യനെ പറ്റി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കണം.
നിങ്ങൾ യാക്കോബക്കാരാകാം, മർത്തോമക്കാരാകാം, കത്തോലിക്കരാകാം, പെന്തിക്കോസ്റ്റുകാരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനി ആയിരിക്കത്തില്ലായിരിക്കും. ഞാൻ പറയുന്ന എൻ്റെ ഉപദേശം കേട്ടാട്ടെ, ഇതെൻ്റെ ഉപദേശമല്ല. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ വലിയ പേരുണ്ടായിരിക്കാം, നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വലിയൊരു അക്ഷരം, വലിയ ഒരു നെയിം പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ തന്നെ ഫോട്ടോ, വലിയ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര വലിയ ഫോട്ടോ എടുത്തു വെച്ചാലും മൂന്നാമത്തെ തലമുറ ആ ഫോട്ടോ എടുത്ത് വീടിൻ്റെ മേളിൽ വെക്കും, കാണത്തില്ല. മൂന്നാമത്തെ തലമുറ വരെ ഉള്ളൂ. പക്ഷെ ജീവന്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ it is there for eternity. Hallelujah. നിത്യത വരെ. Hallelujah. ഒരു മനുഷ്യൻ late from his mother's womb was carried. അമ്മയുടെ ഗർഭം മുതൽ അവൻ ജനിച്ചത് തന്നെ മുടന്തനായിട്ടാണ്. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഉണ്ടായെന്ന് വരാം, പക്ഷെ അന്നത്തെ കാലത്ത് ട്രീറ്റ്മെന്റ് ഇല്ലാത്ത, പ്രശ്നപരിഹാരമില്ലാത്ത, സൗഖ്യം കിട്ടാൻ സാധ്യതയില്ലാത്തതായിട്ടുള്ള രോഗം. മാത്രമല്ല, ആ മനുഷ്യൻ 40 വയസ്സ് പ്രായമുണ്ട്. താഴെ എഴുതിയിട്ടുണ്ട്, 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് 40 വയസ്സ്. ഇത്രയും നാൾ മുടന്തനായ ഒരു മനുഷ്യനോട് ഒന്നിരിപ്പുണ്ടാവും. അവന്റെ വീട്ടുകാരവിടെ കൊണ്ടിരുത്തി. എത്രാമത്തെ വയസ്സ് കൊണ്ടിരുത്തിയെന്ന് എനിക്കറിയത്തില്ല. 3 വയസ്സുള്ളപ്പോഴും അവിടെ കൊണ്ടിരുത്തിയതായിരിക്കാം. അവരോട് അകത്തോട്ട് പോകുന്ന അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിഷയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെ അവനെ കൊണ്ടിരുത്തിയത്? അവന്റെ അമ്മയപ്പന്മാർ. ആരാണ് അവനെ പിശ കണ്ടാൻ പഠിപ്പിച്ചത്? അവന്റെ അമ്മയപ്പന്മാർ. അമ്മ പറഞ്ഞാണ്, മോനെ അമ്മ ഒരു അച്ചായം വരുന്നില്ല, കുരിശുമാലയെ കൊട്ടിട്ട് ഇങ്ങനെ ആട്ടി വരുന്നില്ല. അടുത്ത ചോദ്യങ്ങളെ 10 വയസ്സാകാൻ പറയടാ. ഒരു 10 വയസ്സാകും അവിടെ ആറ്റി വരുന്ന കച്ചവടിയൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നില്ലയോ? പള്ളി പോകാൻ വരുവാ. അവനൊക്കെ ചോദിച്ചാണ് ആരെ അവനെ പിശ കണ്ടാൻ പഠിപ്പിച്ചത്? അമ്മ, അപ്പൻ, മൂത്ത ചേട്ടൻ, അമ്മാച്ചൻ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്തുവാ പഠിപ്പിക്കുന്നത്? അവനെ വിഷയം പഠിപ്പിച്ചത് അവന്റെ അമ്മയപ്പന്മാരാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് പഠിപ്പിച്ചു? ഞാൻ ജനിച്ചത് ഒരു റബ്ബർ തോട്ടത്തിലാണ്. എൻ്റെ കാലത്തൊക്കെ കൗമീനെ കൊടുത്ത് നടക്കുന്ന കാലമാണ്. ഞാൻ പഴയ മനുഷ്യനാണ്. അപ്പം ഞാനൊരു 4-5 വയസ്സ് വരെ കൗമീനെ കൊടുത്തെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാവരുടെ കാലത്തൊക്കെ വന്നിക്കാറായി. പാവപ്പെട്ട ഒരു കൂമ്പാത കൊടുക്കുമായിരുന്നു. അപ്പം എൻ്റെ പപ്പ അവിടെ ഇങ്ങനെ ഒരു ചാരുകസേരയുണ്ട്. പപ്പ ഒരു തോട്ടം സൂപ്പറുണ്ട്. അത് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഈ കസേരയിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് മനോരമ ഇങ്ങനെ കൊണ്ട് തുറന്ന് വായിച്ചു. മാപ്പിള ഇങ്ങനെ വേദോത്സവം വായിക്കുന്നതും മനോരമ വായിക്കുന്നതും ഒരേ ട്യൂണിലാണ്. മാപ്പിള കോട്ടയത്തിൽ നിന്നും ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴി ഇങ്ങനെ വീട്ടിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. വായിച്ചുകൊണ്ട് എഴുതുമ്പോൾ ഒരു സേറിലൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ടു. ഈ 4 വയസ്സുള്ള ഞാൻ ഒരു ഈട്ടിത്തടിയുടെ ബെഞ്ചുണ്ട്. വനത്തിലുള്ളവരായിട്ട് ഈ ഈട്ടിത്തടിയൊക്കെ കിട്ടും ഫ്രീ ആയിട്ടല്ല മോട്ടിക്കുന്നതാണ്. അപ്പം അതേലും ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കണ്ട് പപ്പ ഉഴുന്നോടെ വിടുന്നത്. എനിക്കും ഒരാഗ്രഹം, കൊച്ചി ചെറുക്കനാണെങ്കിലും ആഗ്രഹം ഒന്നുമുണ്ട് കേട്ടോ. ഞാൻ ചെന്ന് പപ്പ എടുത്ത് പറഞ്ഞു, പപ്പ ആ സിഗരറ്റ് ഇങ്ങോട്ട് അത് ഞാൻ കൂടെ ഒരു ഉഴുന്നോടെ വിട്ടു. പപ്പ പറഞ്ഞു അടിച്ചു തരും. ഭൂമിയിൽ നിന്ന് കുരുത്തിൽ അതിന് മുമ്പേ നമുക്ക് സിഗരറ്റ് വലിക്കണമെന്ന്. ഞാൻ അറിഞ്ഞില്ല ഭൂമിയിൽ നിന്ന് കുരുത്തതിന് ശേഷം മാത്രമേ വലിക്കാം. എൻ്റെ നിഷ്കളങ്കത കൊണ്ട് ചോദിച്ചു. പപ്പ അടുത്ത് ഞാനിങ്ങനെ മാറിയിരുന്നു. എനിക്ക് തരത്തില്ല. പപ്പ തന്നെ താനങ്ങ് സൂഹിക്കുക. ഞാൻ വളരട്ടെ, അന്നേരം പപ്പ ചെറുതാവും ഞാൻ വലുതാവും എന്നൊരു ആടിക്കും ഞാൻ പപ്പ. ചെറുക്കൻ്റെ പപ്പായ്ക്ക് ഉറക്കം വന്നു. എഴിയടിച്ച തോട്ടക്കാരൻ വീട്. പപ്പ ഉദ്യോഗസ്ഥനാണ്. പപ്പ ഈ സിഗരറ്റ് എഴിക്കകത്തൂടെ സിഗരറ്റിൻ്റെ ടുക്കട ഇങ്ങനെ വെളിയിലോട്ടാണ്. എനിക്കന്ന് കഷണ്ടി ഇല്ലേലും ബുദ്ധിയുണ്ടായിരുന്നു. കഷണ്ടി ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിയുണ്ടല്ലോ. കഷണ്ടി ഇല്ലേലും എനിക്കന്ന് ബുദ്ധിയുണ്ടായിരുന്നു. ഞാൻ കണ്ടു ഈ സിഗരറ്റ് വെളിയിൽ കിടന്ന് പുകയുന്നേ ഇങ്ങനെ ഡാ ഡാ. ആ പുക ഇങ്ങനെ വരുന്നുണ്ട്. ഡാ ഡാ വാ ഡാ 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 വാ ഡാ. ഞാനിത് കണ്ടു. ഞാൻ തോട്ടക്കാരൻ്റെ വലിയ വീടാണ്. ഞാൻ അപ്പുറത്തോടോടി അടുക്കളയിൽ ചെന്നു. അടുക്കളയിൽ കൂടെ വെളിയിൽ ചെന്നു. എന്നിട്ട് ഞാൻ അപ്പുറത്തൂടെ കറങ്ങി. പപ്പ കാണാതെ ഇപ്പുറത്തൂടെ ചെന്ന് ഞാൻ അത് എടുത്തോണ്ട് കുറ്റിക്കാട്ടിൽ പോയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വലിച്ചു. 4 വയസ്സുള്ള പയ്യൻ. ഞാൻ 7-ാം ക്ലാസ്സിലായപ്പോൾ 8-ാം ക്ലാസ്സിലായപ്പോൾ ഒരു
പാക്കറ്റ് നമ്പർ 10 വാങ്ങിച്ച 3.5 ഒരു പാക്കറ്റ് നമ്പർ 10. ഒരിടത്ത് ചെന്നിരുന്ന 10 സിഗരറ്റ് ഒരൊറ്റ ഇരിപ്പിന് വലിക്കും. കാരണം വീട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ കാട്ടിൽ പോയി വലിച്ചതൊക്കെ 10 സിഗരറ്റ്. എത്ര വയസ്സുണ്ടായിരുന്നു? 12 വയസ്സ്. ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ്. എനിക്ക് TV വരാഞ്ഞത് അത്ഭുതമാണ്. എൻ്റെ 29ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു ദിവസം ചാർമിനാർ സിഗരറ്റ് ഞാൻ 120 എണ്ണം വലിക്കുമായിരുന്നു. ആരെ എന്നെ വലിക്കാൻ പഠിപ്പിച്ച്? എൻ്റെ വിഷയം അതാ. എൻ്റെ പ്രിയപ്പെട്ട എന്നെ വേദപുസ്തകം പഠിപ്പിച്ച പപ്പ. നിങ്ങളെന്തോ മക്കളെ പഠിപ്പിക്കും? എൻ്റെ പപ്പ എന്നെ വേദപുസ്തകം പഠിപ്പിച്ചു. ഞാൻ പ്രസംഗിക്കുന്ന അബ്രഹാമിനെ പറ്റി പ്രസംഗിച്ച്, യാക്കോബ് യോസഫിനെ പഠിപ്പിച്ച്, എൻ്റെ പപ്പ പഠിപ്പിച്ച ഒരു പോയിന്റെങ്കിലും മറ്റാരും കേട്ടിട്ടില്ലാത്ത ഒരു പോയിന്റെങ്കിലും കാണും. പക്ഷെ അതോടൊപ്പം തന്നെ എന്നെ സിഗരറ്റ് വലിക്കാനും പഠിപ്പിച്ചു. നിങ്ങളെന്തോ മക്കളെ പഠിപ്പിക്കുന്നത്? എൻ്റെ അടുത്ത സിനിമയ്ക്കകത്തൊരു സീനറി ഉണ്ട്. അത് നേരത്തെ പറയരുതെന്ന് എൻ്റെ ഡയറക്ടർ പറഞ്ഞെങ്കിലും നിങ്ങളോടുള്ള അതിവാത്സല്യം കാരണം ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. അടുത്തൊരു വീടുണ്ട്. അവിടെ 17 വയസ്സുള്ള മോള്, 15 വയസ്സുള്ള മോൻ, രണ്ടുപേരും കൂടെ സെക്കൻഡ് സാറ്റർഡേ അവധിയാണ്. 6:30 ഒരു വഴക്ക്, 6:45 വേറൊരു വഴക്ക്, 7 മണിക്ക് വേറൊരു വഴക്ക്, 8 മണിക്ക് വേറൊരു വഴക്ക്. അയ്യോ 11 മണിയായപ്പോഴത്തേക്ക് 27 വഴക്ക്. ഈ അമ്മയ്ക്ക് സഹിക്കാൻ വയ്യ. അമ്മ പറഞ്ഞ മുതുകളോട് മുടിഞ്ഞതുങ്ങളെ, നിങ്ങളുടെ നാട്ടിലാരും അങ്ങനെ വിളിക്കത്തില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലങ്ങനെ വിളിക്കും. മുടിഞ്ഞതുങ്ങളെ, നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാതിരിക്കാൻ വയ്യായോ? 17 വയസ്സിലുള്ള പെണ്ണ തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചു, എന്താ ഈ വീട്ടിൽ അമ്മയ്ക്കും അപ്പനും മാത്രമേ വഴക്കുണ്ടാക്കാവോ? ഞങ്ങൾ കൂടെ ഒന്ന് വഴക്കുണ്ടാക്കി കൂടായോ? നീ വഴക്കുണ്ടാക്കിയ നിന്റെ മക്കളും വഴക്കുണ്ടാക്കി. നീ സിഗരറ്റ് വലിച്ചാൽ അവർ കഞ്ചാവ് അടിക്കും. നീ ബിയർ കുടിച്ചാൽ അവർ ചാരായം കുടിക്കും. നീ ഭാര്യ അടിച്ചാൽ നിന്റെ മോൻ ഡിവോഴ്സ് ചെയ്യും. ശ്രമിക്കുകയല്ല, മുന്നറിയിപ്പ് തരികയാണ്. ശ്രമിക്കുകയല്ല, മുന്നറിയിപ്പ് തരികയാണ്. കുറച്ചുകൂടെ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കുടുംബജീവിതത്തെ പറ്റി. പ്രശ്നമുള്ള ഒരു മനുഷ്യൻ അവന് ദേവാലയത്തിന്റെ വാതിൽക്ക് കൊണ്ടിരുത്തി. അവൻ ദേവാലയത്തിന്റെ വാതിൽക്കിൽ ഇരിക്കുകയായിരുന്നു. ദേവാലയത്തിന് നല്ലൊരു പേരുണ്ടായിരുന്നു, സുന്ദരം എന്നൊരു പേരുണ്ടായിരുന്നു. ദേവാലയത്തിന് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ വീട്ടിന്റെ പേര് സുന്ദരം എന്നുള്ള പേരിൽ അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ചിലരൊക്കെ നല്ല പേരിടും. എന്താ പേരിടുന്നത്? മറിയ സദനം. എന്താണ് വേറൊരാൾ ഇടുന്നത്? യേശു സദനം. വേറൊരാൾ എന്തിടുന്നത്? ബഥേൽ. പക്ഷെ എന്തോ വൈകുന്നേരം ആകുമ്പം അവിടെ അപ്പനും അമ്മയും കൂടെ ടോമൻ കെറി കളിക്കുകയാണ്. കുടിക്കുന്നു. ടെലിവിഷൻ ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവരെ വാച്ച് ചെയ്താൽ മതി. ഇഷ്ടം പോലെ ജോക്ക് കിട്ടും. ചിന്തിക്കുകയാണോ? ഞാൻ telling the truth. നല്ല പേര് ഇരിക്കുന്ന ദേവാലയത്തിൽ 40 വർഷമായി. അതിൽ കൂടെ പുരോഹിതന്മാരൊക്കെ പോകുന്ന സമയത്ത് പറഞ്ഞു, ഷാലോ 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 വല്ലതും തരണേ. എന്തോ കിട്ടി? ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുകയാണ്, എത്ര നാള് നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥന ആകാശത്തുള്ള ബാബായൊക്കെ പറഞ്ഞിട്ട് വല്ലതും കിട്ടിയോ? കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ പ്രസംഗം കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകണം. ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകുകയും ചെയ്തില്ല എങ്കിൽ എന്നെ ദൈവം ഇങ്ങോട്ട് അയച്ചതല്ല. എന്നാൽ ഞാൻ ഇവിടെ വരികയും ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുകയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകുകയും ചെയ്തെങ്കിൽ ദൈവം എന്നെ അയച്ചു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകട്ടെ. ബ്യൂട്ടിഫുൾ സുന്ദരം എന്ന ഗോപുരത്തിന്റെ ഇടയ്ക്ക് ഇരിക്കുക. അവിടുന്ന് വിഷയം ചോദിക്കുകയാണ്, ശാലവും ശാലവും വല്ലതും തരണമേ. 40 വർഷമായിട്ട്. 3-ാമത്തെ വാക്യം, who seeing Peter and John about to go into the temple asked an house. അവന് നടക്കാനൊക്കത്തില്ല, പക്ഷെ അവന് മറ്റു പലതും ചെയ്യാൻ കഴിയും. നീ പറയുന്നത് കേട്ടാട്ടെ. അവൻ എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിച്ചത്? അവന് പലതും ചെയ്യാനൊക്കത്തില്ല, പക്ഷെ അവന് ചെയ്യാൻ ഒക്കുന്നത് അവൻ ചെയ്തു. അവൻ ചെയ്യാനൊക്കത്തില്ല, നടക്കാനൊക്കത്തില്ല, എഴുന്നേക്കാനൊക്കത്തില്ല, പക്ഷെ അവന് സംസാരിക്കാൻ കഴിയും, അവൻ നോക്കാൻ കഴിയും,
അവന് പ്രത്യാശിക്കുവാൻ കഴിയും. നിങ്ങളെ കൊണ്ട് പലതിനും കഴിവില്ലായിരിക്കാം. എന്നെ പോലെ പ്രസംഗിക്കാൻ കഴിവില്ലായിരിക്കാം. ബ്ലസ്സിനോട് പാട്ട് പാടിയപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടുവാൻ കഴിയത്തില്ലായിരിക്കാം. വേദപുസ്തകത്തിനകത്തെ വാക്യങ്ങൾ കാണാതെ പറയുവാൻ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. പക്ഷെ നിങ്ങളെ കൊണ്ട് ചെയ്യാനൊക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യണം. പ്രാർത്ഥിക്കാൻ അറിയാമോ? പ്രാർത്ഥിക്കണം. ഇനി അത് ചോദിച്ചാൽ അതും പിണക്കും. നിങ്ങളെ പിണക്കുന്നത് പിണയ്ക്കാനും ഇരിക്കുന്നോ കുഴപ്പം. സ്വോത്രകാഴ്ച എടുത്ത് ഇനി നിങ്ങൾ പിണയ്ക്കാനും എനിക്ക് കുഴപ്പമൊന്നും എങ്ങനെ പിണയ്ക്കാതിരിക്കും. പ്രാർത്ഥിക്കാൻ അറിയാമോ? അച്ഛനെ പ്രാർത്ഥിക്കാൻ അറിയാമോ? മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അറിയാമോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങളുടെ മക്കളെങ്ങനെ പഠിക്കും? നമ്മുടെ നാട്ടിൽ നിരണമെന്ന് പറഞ്ഞുകൊണ്ട് നാളുണ്ട് പൊട്ടനാണ്. അവിടെ CSC നടന്ന സംഭവമാണെന്നാണ് പറയുന്നത്. CSC പള്ളിയിലെ അച്ഛൻ രാവിലെ വെള്ളപ്പൊക്കം ഊത്ത കയറിയിരിക്കുക, മീൻ വന്നിരിക്കുക. ആ സമയത്ത് വെള്ളപ്പൊക്കത്തിന് ആ സമയത്ത് അച്ഛൻ അന്നത്തെ കാലത്ത് മോട്ടോർ സൈക്കിളും കാറൊന്നുമില്ല. അച്ഛൻ ഇങ്ങനെ കുപ്പായമൊക്കെ പൊക്കി ഞായറാഴ്ച രാവിലെ പള്ളിയിലോട്ട് പോവുക. അങ്ങോട്ട് ചെന്നപ്പോഴാണ് അച്ഛൻ്റെ സഭയിലെ ഒരു ജോണിക്കുട്ടി, ഞാനൊരു ജോണിക്കുട്ടി എന്നാ കൂടെ പേര് പറയുന്നത് കേട്ടോ. ജോണിക്കുട്ടി അവിടെ നിന്നുകൊണ്ട് ചൂണ്ടയിടുന്നു. അച്ഛന് സഹിച്ചില്ല. അച്ഛൻ പറഞ്ഞ ജോണിക്കുട്ടി ഞായറാഴ്ച രാവിലെ പള്ളി പോകാനുള്ളതിന് പകരം നീ ഇവിടെ നിന്നോട് ചൂണ്ടയിടുവാണ്. നിന്റെ അപ്പനെ കാട്ടും ഞാൻ പറയുന്നുണ്ട്. ജോണിക്കുട്ടി പറഞ്ഞു, അപ്പൻ താഴത്തെ വളവിൽ നിന്ന് ചൂണ്ടയിടുന്നുണ്ട് കാണുമ്പോൾ എന്ന് പറഞ്ഞേനെ. കേരളത്തിയാരെ പഠിക്കാൻ അച്ഛൻ എല്ലാ ആഴ്ചയും പള്ളി പോകും. അമ്മാമ്മ പള്ളി പോകുമോ? 6 ദിവസവും ഓഫീസിൽ പോകാൻ നിങ്ങൾക്കറിയാം. ദൈവം തന്ന ആഴ്ചയിൽ ഒരു ദിവസം ആരാധിക്കാൻ പോകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ആരാധിക്കാൻ പോകണം. മക്കൾക്ക് മാതൃകയായിരിക്കണം. അവനെ കൊണ്ട് ചെയ്യാൻ ഒക്കാത്തതിനെ പറ്റി അവൻ പരാതിപ്പെട്ടില്ല. പക്ഷേ അവനെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്നതൊക്കെ ചെയ്തു. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണം, വേദപുസ്തകം വായിക്കാൻ പഠിക്കണം. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും, അതൊക്കെ ചെയ്യണം. പള്ളിയിൽ വരുന്ന സമയത്ത് കസേരയൊക്കെ തുളച്ചിടണം. പാസ്റ്റർ വന്ന് കഴിയുമ്പോൾ പാസ്റ്ററുടെ ബാഗ് എടുക്കണം, പാസ്റ്റർ കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. എൻ്റെ മക്കളൊക്കെ ഞാൻ പറഞ്ഞില്ല, കോളേജിൽ പഠിക്കുന്നൊന്നും വീട്ടിൽ നിന്നൊന്നായിരുന്നില്ല, അവരെല്ലാം പലയിടത്തായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ അവർക്ക് എഴുത്തെഴുതും. മാസത്തിലൊരിക്കൽ കാർബൺ പേപ്പർ വെച്ചിട്ട് കട്ടി കുറഞ്ഞ പേപ്പറിനകത്ത് ഞാൻ 6 കോപ്പി എടുക്കും. 6 മക്കൾ കൂടെ എടുത്തോളുന്ന മോക്ക് ഉൾപ്പെടെ ഞാൻ ഒരു എഴുത്തേക്കുമായിരുന്നു. ഞാൻ പറയും പള്ളി പോകണം. എന്നിട്ട് ഞാൻ പറയും പള്ളി കാഴ്ചക്കാരായിട്ട് പോകരുത്, പള്ളി ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. എന്തെങ്കിലും കമ്പൂസ് എഴുതുന്നാകാം, പാസ്റ്റർ ബാഗ് എടുക്കുന്നതായിരിക്കാം, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം. വേദപുസ്തകം വായിക്കുന്നതായിരിക്കാം, എന്തെങ്കിലും ചെയ്യണം. അവൻ കണ്ടു, അവൻ പത്രോസിനെയും യോഹന്നാനെയും കണ്ടു. അവന് ചെയ്യാൻ കഴിയുന്നവൻ ചെയ്തു. എന്നിട്ട് അവനോട് ഭിക്ഷ ചോദിച്ചു. അവന് സംസാരിക്കാൻ കഴിയുമായിരുന്നു. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഒക്കാത്തതിനെ പറ്റി പരാതി പറയണ്ട. നിങ്ങളെ കൊണ്ട് ചെയ്യാനൊക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്താട്ടെ. ഹല്ലേലൂയ. 4ാമത്തെ വാക്യം. And Peter fastening his eyes upon him with John said, Look on us. പത്രോസ് യോഹന്നാനുമായിട്ട് ഒന്നിച്ച് അവൻ പത്രോസും യോഹന്നാനും ദൈവം. അടുത്ത വാക്യം 4ാമത്തെ വാക്യം വായിക്കാൻ പറഞ്ഞു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി. 2 പേരും കൂടെ ഉറ്റുനോക്കിയെന്ന് എനിക്കിത് അങ്ങോട്ട് ആലോചിച്ചിട്ട് മനസ്സിലായി. എന്താ വെച്ചാൽ ഞാൻ പത്രോസ് വിചാരിച്ചു, ഇവിടെ യോഹന്നാൻ നിൽപ്പുണ്ട്. പത്രോസും യോഹന്നാനും 2 പേരും കൂടെ അവനെ ഉറ്റുനോക്കി. 2 പേരും കൂടെ എന്തോ റെഡിയാണോ? റെഡിയാ, നമുക്ക് അവിടെ നോക്കിക്കളെ 2 പേരും കൂടെ 1 2 3 അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവർ 2 പേരും കൂടെ ഉറ്റു നോക്കിയെന്ന്. ഞാൻ പറഞ്ഞ കർത്താവ് അതെങ്ങനെ? അതിന്റെ അർത്ഥം എന്തോന്നറിയോ? അവർ തമ്മിൽ ഐക്യതയില്ല. ആ 2 പേരും കൂടി ഉറ്റു നോക്കുക, ഐക്യത ഉണ്ടാക്കിയെടുക്കുക. അവർ 2 പേരും കൂടെ അവനെ ഉറ്റുനോക്കി. നീയും നിന്റെ ഭാര്യയും കൂടെ അങ്ങോട്ടാണ് നോക്കുന്നത്. എനിക്ക് ചില വീട്ടിലെ കാര്യം അറിയാം. വലിയ കട്ടില്ല, ഭാര്യ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നാൽ ഭർത്താവ് ഇങ്ങോട്ട്. കഴിയുമെങ്കിൽ 2 മുറി കിടക്കും. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കാനഡായി വരാനിടയായി. മുറി ഇഷ്ടം പോലെ, ഒന്നും അല്ലെങ്കിൽ ടെലിവിഷന്റെ മുമ്പിലെങ്കിലും കിടന്നുകൊള്ളാം. ഐക്യത ഉണ്ടാക്കിയെടുക്കുക. നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ജോലിക്ക് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി ഐക്യതയോട് പ്രവർത്തിക്കുക. ഞാൻ അത്ഭുതങ്ങളൊക്കെ നേടിയെടുക്കുന്നതെല്ലാം ഐക്യതയോടെ പ്രാർത്ഥിച്ചിട്ടാണ്.
ഞാൻ വെല്ലുവിളിക്കുന്നില്ല, കഴിഞ്ഞ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പേ ഒന്നിച്ച് കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചത് കാരണം നിങ്ങളുടെ മക്കളെ ബലിയായില്ല. നിങ്ങളുടെ മക്കളെ ബലിയാകാതെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നിങ്ങളുടെ സഭയിൽ അനുഗ്രഹം വരണമെങ്കിൽ, നിങ്ങളുടെ പട്ടണത്തിനകത്ത് അനുഗ്രഹം വരണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹം വരണമെങ്കിൽ, ഹല്ലേലൂയ, ഡിവോഴ്സ് എന്നൊരു വാക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ ഐക്യത ഉണ്ടാക്കിയെടുക്കുക. ഹല്ലേലൂയ. ആരെങ്കിലുമൊക്കെ ഡൈവോഴ്സ് നടത്തണമെങ്കിൽ നിങ്ങൾ എന്നോട് പണം തരും. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കേണ്ട, മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായിട്ട് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളെ നോക്കുക. വേദപുസ്തകം കൊണ്ട് നടക്കുന്നവർക്ക് ഒരു അഭ്യർത്ഥന, നിങ്ങളെ നോക്കാൻ കൊള്ളുന്നവരായിരിക്കണം. നിങ്ങളുടെ ജീവിതം നോക്കാൻ കൊള്ളുന്നതായിരിക്കണം. നിങ്ങളുടെ കുടുംബജീവിതം നോക്കാൻ കൊള്ളുന്നതായിരിക്കണം. നിന്റെ മാതൃകയില്ലാത്ത ജീവിതമൊന്നും നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകാൻ പാടില്ല. നിന്റെ സംസാരം, നിന്റെ പെരുമാറ്റം, നിന്റെ നോട്ടം എല്ലാം മറ്റുള്ളവർക്ക്, ആക്രയിച്ചവർക്ക് നോക്കാൻ കൊള്ളുന്നതായിരിക്കട്ടെ. സമയം പോകും. എൻ്റെ പ്രശ്നം എങ്കിലും പറഞ്ഞോളാം. ഞങ്ങൾ കാശ്മീരിൽ പോയി താമസിച്ചു. ഞങ്ങൾ താമസിച്ചൊരു ബ്രാഹ്മിൺസ് കോളനിയിലാണ്. അവിടെ വീട് കിട്ടി, അങ്ങനെ താമസിച്ചു. അല്ലാതെ ബ്രാഹ്മിൺസിൻ്റെ വീട് കോളനി പോയി താമസിക്കുന്നില്ല. അവിടെ ക്രിസ്ത്യൻസ് ആരുമില്ല, ക്രിസ്ത്യാനികളാരുമില്ല. അവിടെ ഞങ്ങൾ പോയി താമസിച്ചത് അവിടുത്തെ പൂജാരിയുടെ വീട്ടിലാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാരെല്ലാം കൂടെ ഇളകി. അവരെല്ലാം കൂടെ സീക്രട്ടായിട്ട് ഒരു മീറ്റിംഗ് കൂടി, അത് കളക്ടറായി എന്നെ വിളിച്ച് പറഞ്ഞു. കൊണ്ട് മീറ്റിംഗ് കൂടി കഴിയുമ്പോൾ പറഞ്ഞു, നമുക്ക് അവരെ ഇവിടെ നടക്കണം. അവർ നമ്മുടെ ആളുകളെ ഒക്കെ ക്രിസ്ത്യാനികളാക്കുകയാണ്. അതുകൊണ്ട് അവർ വീട്ടുടമസ്ഥനെ കണ്ടുവെച്ച് പറഞ്ഞു, അവരുടെ വീട്ടിൽ നിന്ന് ഒഴിച്ചു തരണം. അയാൾ പറഞ്ഞ് ഇറക്കത്തില്ല. അയാളെ പൂജാരിയുടെ സ്ഥാനത്തൊന്ന് മാറ്റി. ചിന്തിച്ചു നോക്കിയാണ്, അവിടെ വരുമാനമാണ്. എന്നിട്ടും അയാൾ ഞങ്ങളെ ഇറക്കിയില്ല. അയാൾ പറഞ്ഞു, എന്തോന്നറിയാം, എവർ വീട്ടിൽ വന്നതിന് ശേഷം അവരുടെ മുറി ഇപ്പുറത്ത് ഞങ്ങളുടെ മുറി, അവരുടെ വീടാണ്, ഞങ്ങളൊരു മുറി വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്, 45 രൂപയ്ക്ക്. പറഞ്ഞ് അവർ വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലും വഴക്കില്ല, ഞങ്ങളവരെ ഇറക്കി വിടത്തില്ല. അയാളുടെ പൂജാരി സ്ഥാനത്തൊന്നും അയാളെ മാറ്റി. അയാളുടെ പെങ്ങളുടെ വീട്ടിൽ പൂജ നടക്കുന്ന സമയത്ത് ആങ്ങളെ വിളിച്ചില്ല. പക്ഷെ എന്നിട്ടും അവർ ഞങ്ങളെ ഇറക്കിയില്ല. എന്താ കാര്യം? ഞങ്ങളുടെ പണം കൊണ്ടല്ല. പലപ്പോഴും വാടക 3-4 മാസം കഴിയുമ്പോഴായിരുന്നു ഞങ്ങൾ കൊടുത്തത്. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഞങ്ങൾ ചാക്കയിലാണ് കിടന്നുറങ്ങുന്നത്, ന്യൂസ് പേപ്പറിലാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി, ദൈവം ഞങ്ങളോട്ടിട്ട്. വേദപുസ്തകം കൊണ്ട് നടക്കുന്ന സഹോദര സഹോദരി, ക്രിസ്തീയ പേരുള്ള സഹോദരി, എനിക്ക് മനോരമ വായിക്കുന്ന സമയത്ത് സങ്കടം വരും. ആരാണ് ജയിലിൽ പോകുന്നത്? ജോർജ് കുട്ടി. ആരാണ് കള്ളനോട്ട് അടിക്കുന്നത്? അന്ത്രയോസ്. ബാക്കിയുള്ളവരുടെ നോട്ടത്തിനകത്ത് നാം സുവിശേഷം പറയുന്ന സമയത്ത് എന്താണ് ലാഭം? ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ പട്ടാളത്തിൻ്റെ ക്യാമ്പിൽ 50-ലധികം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. എല്ലാ സഭക്കാരും. ഞാൻ മാത്രമേ ഇവിടെ രക്ഷിക്കപ്പെട്ടു. ഞാൻ ഓഫീസിൽ ചെന്ന് ക്രിസ്ത്യാനികളെ എല്ലാവരുടെ പേരെടുത്തു. എന്നിട്ട് പേരെടുത്ത് വെച്ച് ഞാൻ വിചാരിച്ചു ഓരോരുത്തരോടും സുവിശേഷം പറയും. ഒരു ദിവസം ഒരാളുടെ പറഞ്ഞു, വേറെ ദിവസം ഒരാളുടെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച പത്തനംതിട്ട വെച്ച് ഒരാളുടെ കണ്ടപ്പോൾ എൻ്റെ പറഞ്ഞു, അന്ന് പ്രധാനം എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് അലക്കുകാരുടെ കല്ലിൽ പോയിരുന്നുകൊണ്ട് എൻ്റെ സുവിശേഷം പറഞ്ഞാണ്. എനിക്ക് സന്തോഷമുണ്ട്. ഒരു ദിവസം ഞാൻ ഒരാളിനെ കാണാൻ ചെന്നപ്പോൾ അയാളിനെ കാണുന്നില്ല. അപ്പം അതിന് അടുക്കലൊരു ബ്രാഹ്മണനുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പട്ടാളത്തിൽ ചേർന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവരെ വിളിച്ച് സൂക്ഷിച്ചാൽ പറയാം. ഞാൻ അവരുടെ അടുത്ത് ചെന്നിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് വെളിപ്പാകും. ഞാൻ അവരുടെ അടുത്ത് ഈ അലക്കുകാരൻ്റെ കല്ലുകളെ കൊണ്ടിരിക്കാൻ അവൻ്റെ യേശുവിനെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശുവിനെ വിശദമായി ശരിക്കാനുള്ള സമാധാനം വരും. അതിന് പറഞ്ഞു, നിന്റെ ജീവിതം ഞങ്ങൾക്കൊരു അത്ഭുതമാണ്. നീ കള്ളു കുടിക്കാതെ കിടക്കത്തില്ല, നീ സിഗരറ്റ് വലിക്കാതെ ഇരിക്കത്തില്ല. ഇതിപ്പോൾ നാട് നീ ഇത്രയും നാളായിട്ട് കള്ളുകുടിയൊക്കെ വിട്ടിയതൊരു വലിയ അത്ഭുതമാണ്. ഞാൻ പറഞ്ഞു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിന്റെയും ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. അവൻ കുറച്ചു നേരം ആലോചിച്ച് വെച്ച് പറഞ്ഞു, വേണ്ട. എന്താ കാര്യം? അവൻ പറഞ്ഞു, എൻ്റെ ഇടതുവശത്ത് കിടക്കുന്നതൊരു ക്രിസ്ത്യാനി, വലത്തുവശത്തൊരു ക്രിസ്ത്യാനി. ഞാൻ അവരെക്കാൾ നല്ലതാ, ഞാൻ അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നില്ല. ആ മനോരമ വായിക്കുമ്പോൾ നിങ്ങളുടെ അടക്കമുള്ളവർ നിങ്ങളെ പറ്റി എന്ത് അഭിപ്രായം പറയുവാൻ കഴിയും? വേദപുസ്തകം കൊണ്ട് നടക്കുന്ന മനുഷ്യ, ജോർജ് എന്ന പേരുള്ള മനുഷ്യ, മാത്യു എന്നുള്ള പേരുള്ള സഹോദര, ഹന്ന എന്ന പേരുള്ള സഹോദരി, കുരിശുമാലയിട്ടുണ്ട് നടക്കുന്ന സഹോദരി, യേശുവിന്റെ ഫോട്ടോ വീട്ടിൽ വെച്ചിരിക്കുന്ന സഹോദരി, നിന്റെ ജീവിതത്തിനകത്തുള്ള മറ്റൊരാൾ യേശുവിനെ പറ്റി ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തില്ല? അതിന് പറഞ്ഞ് ഞങ്ങളെ നോക്കിയാട്ടെ. അവൻ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടേ. അഞ്ചാമത്തെ വാക്യം, അവരെ ശ്രദ്ധിച്ചു. ദൈവദാസന്മാരെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ഉപദേശം പറയുന്നത് കേട്ടാൽ അവർ പ്രസംഗം കേൾക്കാൻ പോകുന്ന സമയത്ത് വേദപുസ്തകമായിട്ട് വേണം പോകാൻ. ഓഫീസിൽ പോകുന്ന മനുഷ്യൻ പേന കൊണ്ടുപോകുന്നു, ഓഫീസിൽ പോകുന്ന മനുഷ്യൻ ഒരു ലാപ്ടോപ്പ് കൊണ്ടുപോകുന്നു. അവൻ എന്താണ് അവിടെ പ്രവർത്തിക്കാനുള്ളത് അവൻ്റെ ഉപകരണം. He will take his tool with him. What about you? ചർച്ചിൽ
പോകുന്ന സമയത്ത് നിങ്ങൾ യാക്കോബക്കാരാകാം, നിങ്ങൾ കത്തോലിക്കരാകാം, നിങ്ങൾ മർത്തമക്കാരാകാം, നിങ്ങൾ പെന്തക്കോസ്തുകാരാകാം, ബ്രദറുകാരാകാം, നിങ്ങൾ ആരും ആകട്ടെ. ഞാൻ പറയുന്ന ഉപദേശം കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പറയുകയല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇവിടെ പറയുകയാണ്. വേദപുസ്തകമായിട്ട് പോവുക. എൻ്റെ മൂക്കളെ മകൻ അവനൊരു 4 വയസ്സുള്ളൊക്കെയാണ്. ഒരു വേറൊരു ചർച്ചയാണ്. ഇംഗ്ലീഷ് പാട്ട് പഠിക്കേണ്ടത് വിചാരിച്ചാൽ അവർ ഇംഗ്ലീഷ് ചർച്ചാണ്. എൻ്റെ ചർച്ച ഹിന്ദി ചർച്ചയാണ്. അന്നും ഇന്നും ഹിന്ദി ചർച്ചയാണ്. അവനെ ഒരു ദിവസം ഇംഗ്ലീഷ് ചർച്ചയിൽ പോകാറുണ്ട്. അവൻ വന്ന് വെച്ചാൽ ഡാഡി എനിക്കൊരു ബൈബിൾ വേണം. ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയത്തില്ല. എന്നാലും ഡാഡി പോകുമ്പോൾ ബൈബിളും കൊണ്ടല്ലേ പോകുന്നത്, ഞാനും ഒരു ബൈബിളും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഒരു മേശയൊന്നും ഇല്ല, വേറൊരു ഡെസ്ക്കാണ്. ഞാൻ പറഞ്ഞ അവിടെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ളൊരു ബൈബിളാണ്. അപ്പോൾ എൻ്റെ ഒത്തിരി ബൈബിളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരു 60 ബൈബിളുണ്ട്. എല്ലാ ട്രാൻസ്ലേഷനും ഉണ്ട്. മലയാളത്തിലുള്ള എല്ലാ ട്രാൻസ്ലേഷനും ഉണ്ട്. ഇംഗ്ലീഷിലുള്ള 26 ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇനി എവിടെയെങ്കിലും ഇറങ്ങുവാണെങ്കിൽ ഞാൻ അതും വാങ്ങിക്കാൻ തയ്യാറാണ്. ഇതെല്ലാം വെച്ചിരിക്കാം. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ അവൻ്റെ എൻ്റെ ഒരു 10-12 ബൈബിളുണ്ട്. ഏറ്റവും വലുത് അടിയിൽ, അതിനേക്കാൾ ചെറുതും വെള്ളത്തിൻ്റെ മേളിൽ വലുതുണ്ട്. അതിനോട്ട് ഇത് ചെറുതായി മറ്റും മാറ്റി വെച്ചു. പിന്നെ അതിനേക്കാൾ വലുതായിട്ടായിരിക്കും. എന്നിട്ട് ഏറ്റവും വലുതെടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് പോവുക. ഞാൻ ചോദിച്ചു, നീ എന്തായി വലുത്? ഡാഡിയും വലിയ ബൈബിളും കൊണ്ടല്ലേ നടക്കുന്നത്. നിങ്ങളുടെ മക്കൾ വേദപുസ്തകം വായിക്കണമെങ്കിൽ അവരെ പള്ളി പറഞ്ഞേച്ചാൽ പോരാ, വേദപുസ്തകം കൊണ്ട് നീ പോകണം. നീ ഒന്ന് ബഹുമാനത്തിൽ പറയുകയാണ്. നീ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്ന സമയത്ത്, പ്രസംഗം കേൾക്കാൻ പോകുന്ന സമയത്ത് 3 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒന്ന് വേദപുസ്തകം കയ്യിൽ ഉണ്ടായിരിക്കണം. 2 നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നോട്ട്ബുക്കിൽ അധികം പോകത്തില്ല, ആരാധനയ്ക്ക് പോകത്തില്ല. നോട്ട്ബുക്ക് അപ്പോഴും വേണ്ടി കാണും. ആരെങ്കിലും പ്രസംഗിച്ചാൽ എഴുതിയെടുക്കാനൊക്കെ ആ പ്രസംഗിക്കുന്ന മനുഷ്യന് വേദപുസ്തകം നല്ലതുപോലെ അറിയണമെന്നില്ല. ഒരു ബൈബിൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം, എങ്കിലും ഞാൻ എഴുതിയെടുക്കുമെന്നെങ്കിലും പറയുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചു. ബൈബിൾ കോളേജിൽ പോയി പഠിച്ചാൽ കേട്ടോ, ആരെങ്കിലും ഒക്കെ പ്രസംഗിക്കുന്ന സമയത്ത് എഴുതിയെടുത്തതാണ്. വേറെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അവൻ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. അടുത്തത്, എന്തെങ്കിലും കിട്ടുമെന്ന് അവനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും? എത്ര ഉദാഹരണം പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ പങ്കക്കുഴമേ, കൂടപ്പുറപ്പ്, ഞാൻ നിങ്ങൾക്ക് പറയട്ടെ, നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആകാശത്ത് വെറുതെ കുറെ വാചകങ്ങൾ വാരി എറിയുകയായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തോട്. അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കത്തില്ല. അവൻ തരും ഒരു പ്രതീക്ഷ. ചിലപ്പോൾ സംശയം വരാം. ഇനി പറയുന്നത് കേട്ടാ, സംശയം വരുമ്പോൾ സംശയത്തിന്റെ വാക്കുകൾ പറയരുത്. സ്വാലോദം അതൊന്ന് എഴുതണം. എന്നിട്ട് പറയണം, ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം. ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഫേമസ് ഉദാഹരണം നിങ്ങൾ കേട്ടുക, യൂട്യൂബിലൊക്കെ കേട്ടുക. ഏത് വർഷത്തിലായിരുന്നു ഞാൻ ആ കൊച്ചനെ കൊണ്ട് വിജയനെയും കൊണ്ട് കാശ്മീരിൽ പോയത്? പ്ലസിന്റെ പ്രസവമാണ് 76. 1976 ഞാൻ കേരളത്തിൽ തിരിച്ചു പോകുമ്പോൾ എൻ്റെ അമ്മച്ചി ഒരു അനാഥ കൊച്ചനല്ല, ഒരു വേശ്യയുടെ മകനാണ്. എന്നൊക്കെ പറഞ്ഞാൽ അവനെ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇവിടെ എന്തായാലും പഴയ വല്ലൊരു തല്ലിക്കൊല്ലും, അവനെ കൂടെ കൊണ്ടുപോകും. അവൻ ഞാൻ അവനെ കൊണ്ടുപോവുകയാണ്. ഇത്രയേ ഉള്ള ഒരു നിക്കറും 12 വയസ്സുണ്ട്. അവനെ കണ്ടാൽ ഒരു 8 വയസ്സുള്ളൂ. 6 വയസ്സുകാരൻ്റെ ഉടുപ്പിനകത്തും നിക്കറിനകത്തും അവൻ്റെ ശരീരം കുത്തി നനച്ചു വെച്ചിരിക്കുക. ഫാഷൻ കൊണ്ടല്ല കേട്ടോ, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഫാഷൻ കൊണ്ട്. ഒന്നുകിൽ ലൂസ് അല്ലെങ്കിൽ ടൈറ്റ്. അവന് പാവമായോണ്ട് ഒരു കൊച്ചു നിക്കറും കൊച്ചുടുപ്പും ചെരുപ്പും ഇല്ല. അപ്പോൾ ഡൽഹി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ട്രെയിൻ 9 മണിക്കാണ്. എനിക്കിഷ്ടം പോലെ സമയമുണ്ട്. ഞാൻ അവിടെ നിന്നു, അകത്ത് പോയി കുളിച്ചു വെച്ചിങ്ങനെ വെളി വന്ന് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ അടയ്ക്കുകയാണ്. അപ്പോൾ ഒരു കൂലി ഞാൻ പോർട്ടോട് ഞാൻ ചോദിച്ചു, എപ്പോഴാണ് ജമ്മുവിലേക്കുള്ള ജലം എക്സ്പ്രസ് പോകുന്നത്? അത് വെച്ച് നാളത്തെ കാര്യമാണോ? പറഞ്ഞാൽ ഇന്നത്തെ കാര്യം. അത് പോയി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇങ്ങനെ കൂടെ സമയം മാറ്റിക്കൊണ്ടിരിക്കും മനുഷ്യനെ കൺഫ്യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ട്രെയിൻ പോയി 1 മണിക്കൂറായി. എൻ്റെ ദൈവം, ഇനി നാളെയുള്ള ട്രെയിൻ. എൻ്റെ ഹോട്ടലിൽ ലോഡ് ചെയ്യുമ്പോൾ മുറി വാടകയ്ക്ക് എടുക്കാൻ പൈസ ഇല്ല. ഇനി റിസർവേഷൻ കിട്ടുന്ന എപ്പോഴാണ്? ട്രെയിൻ പോയി കൊച്ചൻ പ്ലാറ്റ്ഫോമിൽ കിടന്നു തുടങ്ങിയാൽ ചത്തുപോകും, തണുപ്പാ. ദൈവമേ, എന്തുവാ മാർഗം? എനിക്ക് ഡൽഹിയിൽ അന്നാരെയും അറിയത്തുമില്ല. എൻ്റെ കർത്താവ്, പ്രാർത്ഥിച്ചാൽ ട്രെയിനിങ് തിരിച്ചു വരാൻ. പോയാൽ ഒരു വാക്ക്, കിട്ടിയാൽ ഒരാന, വന്നാൽ ഒരു ട്രെയിൻ, പോയാൽ ഒരു പ്രാർത്ഥന. ഒന്ന് ട്രൈ ചെയ്ത് കളയാം. ഞാൻ പ്രാർത്ഥിച്ചു, കിട്ടിയാകത്തുള്ളൂ. ഇത് കൊച്ചിൻ ചത്തുപോകും. അവൻ്റെ അമ്മ പിഴച്ചതാ. എൻ്റെ അമ്മച്ചിയെ ചീത്ത വിളിക്കും, എന്നെയും ചീത്ത വിളിക്കും. എൻ്റെ ദൈവമേ, പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. 1 മണിക്കൂർ മുമ്പേ പോയ ട്രെയിൻ തിരിച്ചു വരിക. കം ബാക്ക്. യേശുവിന്റെ
ആളുകളൊക്കെ എന്നെ നോക്കി. അവിടെ ഞാൻ മലയാളത്തിലാണ് പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകും. അവൻ പ്രാർത്ഥിച്ചു വരാം, തിരിച്ചു വരിക യേശുവിന്റെ നാമത്തിൽ. ചിലപ്പോൾ കൊച്ചന് പേടിയായിരുന്നു, എന്തു അവൻ അറിയത്തില്ല പ്രാർത്ഥന എന്തോ. അവൻ ചോദിച്ചു, അങ്കിളിന് എന്തോ പറ്റി? ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട വിജയ, നീ എൻ്റെ സൂട്ട് കേസിന്റെ പുറത്തിരുന്നു, ഞാനിവിടെ ഉണ്ട്, ഞാൻ നിന്നെ ഇട്ടിട്ട് പോകത്തില്ല. അഥവാ ഞാൻ ഓടിയാലും നീ ഇവിടെ നിൽക്കാൻ വിഷമിക്കാൻ, ഞാൻ നിന്നെ ഇട്ടിട്ട് പോകത്തില്ല വാക്ക് പറയാം. അവൻ എന്നെ ഇങ്ങനെ നമുക്ക് തോന്നിക്കാം. നമ്മൾ നടന്ന് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ. അന്യഭാഷയോട് നല്ലതാണ് കേട്ടോ. കാരണം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയും. നിന്റെ മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ നീ നിന്റെ ഇഷ്ടപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ആത്മാവ്, നിന്നിലുള്ള ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തോട് ദൈവത്തിന്റെ ഭാഷയിൽ സംസാരിക്കാം. അവിടെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. എല്ലാവരും വിചാരിച്ചു എനിക്ക് കിറുക്കാണ്. ആര് പറഞ്ഞ് എനിക്ക് കിറുക്കല്ലെന്ന്? ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ മുതുകിറുക്കാണ്. യേശുവിന്റെ നാമത്തിൽ തിരിച്ചു വരിക, യേശുവിന്റെ നാമത്തിൽ തിരിച്ചു വരിക. അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ഒരു ട്രെയിൻ തിരിച്ചു വരുന്നു. LV എന്ന് എഴുതിയിരിക്കുന്നു. LV ലില്ലി വർഗീസ് എന്നല്ല അതിൻ്റെ അർത്ഥം, ലാസ്റ്റ് വാനെന്നാണ്. ഒരു ട്രെയിൻ തിരിച്ചു വരുന്നു. എനിക്കൊരു സംശയം, ഇതിനെയും പുതിയ ട്രെയിൻ വല്ല ഇങ്ങനെ ഞാൻ ചെന്ന് സൈഡിലോട്ട് നോക്കി എഴുതിയിരിക്കുന്നു, ജമ്മു ന്യൂ ഡൽഹി ജമ്മു ജാം എക്സ്പ്രസ്. എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. ഞാൻ എന്നെ കുറിപ്പിച്ച് അനങ്ങരുത്. ഞാൻ ഒരു കമ്പാർട്ട്മെന്റിനകത്തോട് ചാടി കയറി വെച്ച് പറഞ്ഞു, ഹല്ലേലൂയാ. TTR ഓടി വന്ന് എറിയാച്ച് പോകുമ്പോട്ടിയാണ്. എന്നെ വന്ന് ചോദിച്ചു, ക്യാ ഹോ ഗയാ? ഞാൻ പറഞ്ഞു, ഞാൻ ദൈവദാസ. ഉറുദു പറഞ്ഞെങ്കിലേ ഒക്കത്തോളം കേട്ടോ, ഞാൻ മലയാളത്തിൽ നോക്കത്തില്ല. ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ട്രെയിൻ തിരിയും. നീ പ്രാർത്ഥിച്ചു? ഞാൻ പ്രാർത്ഥിച്ചു. അതെന്നൊക്കെ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചെങ്കിൽ നീ വാസ്തവത്തിൽ ദൈവദാസനാണ്. എന്താ കാര്യം എന്നറിയാമോ? ട്രെയിൻ വന്നത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കേരള എക്സ്പ്രസ് പോലും വരുന്നില്ല. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരുന്നത് പ്രധാനപ്പെട്ട ട്രെയിനുകളാണ്. പ്രധാന ട്രെയിൻ മാത്രമേ 1-ാം പ്ലാറ്റ്ഫോമിൽ വരത്തുള്ളൂ. 7, 8, 9 സാധാരണ ട്രെയിൻ പോകുന്നത്. ഈ ട്രെയിൻ പോയത് 9-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. 9-ാമത്തെ പ്ലാറ്റ്ഫോം വന്നിരുന്നെങ്കിൽ ഞാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ മുന്നിടത്തിന്റെ ട്രെയിൻ വന്നു. എന്താ കാര്യം? ഞാൻ വിളിച്ചപ്പോൾ ട്രെയിൻ തിരികെ വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ പറയുന്ന സമയത്ത് അത്ഭുതം നടക്കും. അവിടുത്തെ ഒരു പ്രത്യാശ വേണം. ഞാൻ പ്രാർത്ഥിച്ചു, ട്രെയിൻ തിരികെ വരും. ഞാൻ പ്രാർത്ഥിച്ചു, ട്രെയിൻ തിരികെ വരും എന്ന് പറഞ്ഞിട്ട് നാളത്തോട്ട് എല്ലാ ട്രെയിനും തിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. ഞാൻ ഒരിക്കലേ പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ വീട്ടിലായ സമയത്ത് ഒരിക്കലേ പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ച സമയത്ത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എൻ്റെ ദൈവം എന്നെ സഹായിക്കാതിരിക്കത്തില്ല. എൻ്റെ ലോഡ്ജിൽ പോയി താമസിക്കാൻ എൻ്റെ മുറിയിൽ രൂപയില്ല. ഈ കൊച്ചിനെ എത്തുമ്പോൾ ഞാൻ എൻ്റെ അത്യാസം എന്ന നിലയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ ദൈവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നത്. ഞാൻ നിങ്ങൾക്ക് പറയും, നിങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം. അവൻ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു. Expecting to receive something of them. Verse 6, and Peter said, silver and gold I have none, but such as I have I give thee. In the name of Jesus Christ of Nazareth, rise up and walk. പറഞ്ഞറിയാമോ? സ്വർണവും വെള്ളിയും എനിക്കില്ല. ചിലത് വെച്ചിട്ട് സ്വർണത്തിനും വെള്ളിക്കും എതിരായിട്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ അത് ശരിയല്ല കേട്ടോ. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അന്നത്തെ കാലത്ത് 3 വിധത്തിലുള്ള നാണയങ്ങളുണ്ട്. 1 സ്വർണ്ണ നാണയം, 2 വെള്ളി നാണയം, 3 ചെമ്പ് നാണയം, ദിനാർ. അത് പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവദാസന്മാർ പറഞ്ഞതിൻ്റെ അർത്ഥം, നിന്നെ പണക്കാരനാക്കാൻ ഞങ്ങളുടെ സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ ഇല്ല. എന്നാൽ ഞങ്ങൾക്ക് സ്വർണ്ണ നാണയത്തെക്കാളും വെള്ളി നാണയത്തെക്കാളും വില കൂടിയ ഒരു കാര്യമുണ്ട്, യേശുവിന്റെ നാമം. എൻ്റെ യേശുവിന്റെ നാമം എന്താണെന്നറിയാമോ? സ്വർണ്ണ നാണയത്തെക്കാൾ വലുതാണ്, വെള്ളി നാണയത്തെക്കാൾ വലുതാണ്, അമേരിക്കൻ ഡോളറിനേക്കാൾ വലുതാണ്, പോലീസിന്റെ ശക്തിയേക്കാൾ വലുതാണ് എൻ്റെ യേശുവിന്റെ നാമം. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്യുന്ന നാമമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പറയണം? എങ്ങനെ പ്രാർത്ഥിക്കുക? ഏത് കഥ പറയണം? ഒത്തിരി കഥയുണ്ട്. എൻ്റെ 2ാമത്തെ മകൾ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, കേട്ടുകയാണ്. എൻ്റെ 2ാമത്തെ മകൾ ജനിച്ചത് മന്ദബുദ്ധിയായിട്ടാണ്. സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോൾ അവളെ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാനും ലില്ലിയും ഞങ്ങളുടെ 5 വയസ്സുള്ള മോനും കൂടി പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ ദൈവം ചെറിയൊരു വ്യത്യാസം കൊടുക്കാൻ തുടങ്ങി. അവിടുന്ന് 50 കുട്ടികൾ ഉണ്ടായിരുന്നതിൽ 50 ആയിരുന്നു അവളുടെ നമ്പർ. അവിടുന്ന് 49 അവിടുന്ന് 47 വർഷങ്ങൾ ഓരോന്നും 2 കഴിഞ്ഞ് വരുമ്പോൾ അവളുടെ നമ്പർ കൂടി പോയി. 12ാം ക്ലാസ്സിൽ വന്നപ്പോൾ CBSE സിസ്റ്റത്തിൽ പഠിക്കുകയാണ്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുകയാണ്. വലിയ പ്രയാസമാണ്. ഡൽഹിയിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. അവൾ എന്തൊക്കെ പറഞ്ഞു, ഡാഡി ഞാൻ ജയിക്കത്തില്ല, എനിക്ക് പേടി വരുന്നു. ഞാൻ പറഞ്ഞു, സാരമില്ല, അടുത്ത വർഷം എഴുതാം, ഈ വർഷം എഴുതണ്ട.
പരീക്ഷ എഴുതില്ലാന്ന് പറഞ്ഞു. അവിടെ ടീച്ചർ മാറ്റം എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞു, യു മേഡ് എ മിസ്റ്റേക്ക്, യു പുട്ട് ഹർ ഇൻ ദ റോങ് സ്കൂൾ, യു ഷുഡ് ഹാവ് സെന്റ് ടു ആൻ ഹിന്ദി മീഡിയം സ്കൂൾ. ഷീ വിൽ നെവർ ഗ്രാജുവേറ്റ് in CBSE system in science group from this school. ഞാൻ അടുക്കള ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞു. എനിക്കറിയാം എന്നോട് തന്നെ സംസാരിക്കുന്നതിന് അർത്ഥം ഉണ്ടായത്. പറഞ്ഞു കേട്ടോ, നിങ്ങളോട് തന്നെ സംസാരിക്കുന്നതിന് അർത്ഥമുണ്ട്. നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, യു ഡോണ്ട് നോ മൈ ഗോഡ്. എന്നോട് തന്നെ പറഞ്ഞു, യു ഡോണ്ട് നോ മൈ ഗോഡ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എൻ്റെ മോൾ 12ാം ക്ലാസ് ജയിക്കത്തില്ലേ? യു ഡോണ്ട് നോ മൈ ഗോഡ്. മൈ ഗോഡ് ക്യാൻ. അവൾ ആ വർഷം എഴുതിയില്ല, നിരാശയാണ്. അവൾ ഒരു ദിവസം എൻ്റെ മീറ്റിങ്ങിന് ഇരിക്കുകയാണ്, എൻ്റെ പുറകിൽ ഏറ്റവും പുറകിൽ ഇരിക്കുകയാണ്, വിദ്യാചാരി ഇരിക്കുകയാണ്. അവൾ ഇരുന്നുകൊണ്ട് അവിടെ ഇങ്ങനെ മുടി, ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ടാവും, ആ മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി അവൾ നിരാശ ഉണ്ട്. എനിക്ക് മനസ്സിലായ എൻ്റെ മോൾ നിരാശയാണ്. ഞാൻ എൻ്റെ പ്രസംഗ വിഷയം ഒന്ന് മാറ്റി, പെട്ടെന്ന് ഞാൻ ഒരു കഥയെടുത്തു. എന്നിട്ട് പറഞ്ഞു, യേശു ക്രിസ്തു പറഞ്ഞു, തലീത്താ ഭൂമി. ഞാൻ പറഞ്ഞു, ബാല എഴുന്നേൽക്കുക. ഞാൻ പറഞ്ഞു, നീ തല തയ്ച്ചു പിടിച്ച് നടക്കേണ്ടവളല്ല, തല കുടിച്ച് നടക്കേണ്ടവളല്ല. തലീത്താ ഭൂമി, തലീത്താ ഭൂമി, എഴുന്നേൽക്കുക. തല ഉയർത്തുക. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ഞാൻ അനുഗ്രഹിക്കാം. എൻ്റെ മോള് മുഖം ഉയർത്തുന്നത് ഞാൻ കണ്ടു, അവൾ ചിരിക്കുന്നത് കണ്ടു. എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ മെസ്സേജ് ടാർഗറ്റിൽ ചെന്ന് എത്തിയിരിക്കുന്നു. അവൾക്ക് കാര്യം മനസ്സിലായി. അവളോട് നിന്ന് എഴുന്നേറ്റ് പോയി. 2-3 ദിവസം കഴിഞ്ഞ് വെച്ച് ലില്ലി അവിടെ മുറി ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവളുടെ ഡയറി കൊണ്ടൊന്ന് എന്നെ കാണിച്ചു. അവൾ പോയിട്ട് എന്തോ എഴുതിയെന്നറിയോ? അവളുടെ ഡയറി എഴുതി വെച്ചു, ഡോക്ടർ ആനി വർഗീസ് MBBS. അവിടെ ടീച്ചർ പറഞ്ഞു, അവൾ 12ാം ക്ലാസ് പാസ്സാവത്തില്ലെന്ന്. പക്ഷെ എൻ്റെ ഒരൊറ്റ മെസ്സേജ്, അപ്പച്ചന്മാർ കേട്ടോ, മക്കളെ ഇടിച്ചു താത്തി പറയരുത്. നീ കഴുതയാണ്, നിന്നെ കാശിന് കൊള്ളത്തില്ലേ, നീ യവനക്കൊന്നും ഗുണം വരാൻ പോകുന്നില്ലേ, നീ നിന്റെ അമ്മയുടെ കൂട്ടാണ് പറയരുത്. Speak something good about them. Encourage. കുഞ്ഞിരിക്കുന്ന തലയെ കുറിച്ച് ഉയർത്തുക. നമ്മൾ എഴുതി വെച്ചു, ഡോക്ടർ ആനി വർഗീസ്. ഡോക്ടർ MBBS, ആനി വർഗീസ് MBBS. അവൾ MBBS പോയില്ല. അതിന്റെ വേറൊരു കഥയാണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തിൽ അമേരിക്കൻ ഗവൺമെന്റ് അവർക്ക് ഡോക്ടറേറ്റ് എഴുതി കൊടുത്തു. ഡോക്ടർ ആനി വർഗീസ് സൈക്കോളജിയിൽ ഫുള്ളർ സെമിനാരിയിൽ നിന്ന് അമേരിക്കൻ ഗവൺമെന്റ് അവൾ വിശ്വസിച്ചതുപോലെ, അവൾ പറഞ്ഞതുപോലെ, അവളുടെ ടീച്ചർ പറഞ്ഞതുപോലെ അല്ല. നിങ്ങളുടെ മക്കൾക്കൊരു ഭാവന കൊടുക്കുക. എൻ്റെ മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കാം, എൻ്റെ മോളെ നിന്റെ വിവാഹം തന്നെ ദൈവം നടത്തി തരാം, എൻ്റെ കുഞ്ഞെ നിനക്ക് മക്കളെ തരും, എൻ്റെ കുഞ്ഞെ നിനക്ക് ഭാവി ഉണ്ടാകും, എൻ്റെ കുഞ്ഞെ നീ നേഴ്സായി തരും. നീ ഇവിടെ വന്ന് കഴിഞ്ഞ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടി വളരെ If you can't speak to faith, keep your mouth shut. Speak. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ വായും പൊളന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മോളെ ഓർക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം വീട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ മോളെൻ്റെ അടുക്ക കൂടെ നടന്നു പോയിട്ട് അവൾക്ക് എന്നെ മനസ്സിലാകില്ല. അവൾക്ക് ഇന്നവൾ സുന്ദരിയാണ്, ഇന്നവൾ ഹൈലി ഇന്റലിജന്റ് ആണ്, അന്നവൾ സോഫ്റ്റ് ഹാർട്ടഡായി. എങ്ങനെ സ്വദേശി മോക്ക് ഫെയ്ത്ത് കൊടുത്തതാണ്. What are you giving to your daughter? What are you giving to your son? What are you giving to your parents? What? അടുത്ത വാക്യം പറഞ്ഞു, എൻ്റെ സ്വർണ്ണം വെളിയില്ല, പക്ഷെ എൻ്റെ യേശുവിൻ്റെ നാമമുണ്ട്. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമം ഉണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ളത് സാധ്യമായി തരും. പണത്തിന് ചെയ്യാനൊക്കാത്തത് സംഭവിക്കും, മരുന്നിന് ചെയ്യാനൊക്കാത്തത് സംഭവിക്കും. യേശുവിൻ്റെ നാമം ഉണ്ടെങ്കിൽ അസാധ്യമെന്നുള്ള ഒരു വാക്കിൻ്റെ സ്വർഗസ്ഥനായ ദൈവം മാറ്റി എഴുതിയിട്ട് it came to pass എന്ന് എഴുതി വെക്കുവാൻ തമ്മിലൂടെയായിട്ട്. ഞാനൊരിക്കൽ മഹാരാഷ്ട്രയിൽ യാത്ര ചെയ്യാണ്. എവിടെ നിന്നാണ് പോകുന്നത്? ഷോളാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോംബെക്ക് പോകണം, കല്യാണം നടക്കണം. ഞാൻ ട്രെയിനിനകത്ത് കയറി എൻ്റെ സൂട്ട് കേസ് താഴെ വെച്ചു, എന്നിട്ട് ചങ്ങലയിട്ട് പൂട്ടി. ഞാൻ പൂട്ടിക്കഴിഞ്ഞ് വെച്ചാൽ മേളിലത്താണ് എൻ്റെ ഭർത്താവ്. ഞാൻ മേളിൽ കയറി കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ ഇറങ്ങി. 9 മണിക്ക് എനിക്ക് കല്യാണി വരും, അവിടെ ഇറങ്ങണം.
ഞാൻ ഇറങ്ങിയിട്ട് കക്കൂസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ട്രെയിൻ സ്ലോ ആവാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ അന്നേരമായ ഓർത്തെ ഞാൻ കക്കൂസിലിരിക്കുന്ന സമയത്ത് കിലുകിലാത്ത ശബ്ദം കേട്ടത് അത് കക്കൂസിനകത്ത് പോയി. നമ്മുടെ ഇന്ത്യയിലെ ട്രെയിനിനകത്തെ കക്കൂസ് പാതാളം പോലെ അതിന് അടിയില്ല, അന്ന് പോയി. അയ്യോ, ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ലോക്കിട്ട് കൂട്ടിയിരിക്കുക, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ചങ്ങല കണ്ടുകൊടുക്കും. ട്രെയിൻ സ്ലോ ആകാൻ തുടങ്ങി. 5 മിനിറ്റേ നിൽക്കത്തുള്ളൂ. എൻ്റെ സൂട്ട്കേസ് എടുത്തില്ലെങ്കിൽ എന്തുകൊടുക്കും? ഒരു കാര്യം ചെയ്തു, ഞാൻ ആ ചങ്ങലയിലോട്ട് ഇങ്ങനെ പിടിച്ചു. വലിക്കാൻ നോക്കിയിട്ട് തുക്കുവായി തോന്നുന്നു. ഞാൻ താഴെയിലോട്ട് പിടിച്ചു. യേശുവിന്റെ നാമത്തിൽ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ താഴെ പൊട്ടട്ടെ. താഴെ പൊട്ടി എൻ്റെ കൈ വീണു. യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട് കേട്ടോ. എനിക്ക് ബുദ്ധി തരാൻ ശക്തിയുണ്ട്. ഞാൻ എത്ര ക്ലാസ് പഠിച്ചതറിയാം? 10 ക്ലാസ്, 11ാം ക്ലാസ് പഠിച്ചു. എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല കേട്ടോ. കുറച്ചൊക്കെ വായൊക്കെ അടിക്കും ഞാൻ കേട്ടോ. കൂടെയുള്ള പിള്ളേരുകളൊക്കെ ഐ മീൻ എന്നൊക്കെ പറയും. എന്നിട്ട് എല്ലാവരും വിചാരിച്ച അയാളുടെ മീനിന്റെ കാര്യമാണ്. ഇംഗ്ലീഷ് അറിയത്തില്ല. പക്ഷേ എങ്കിലുമൊക്കെ ഞാനിങ്ങനെ മാനേജ് ചെയ്തൊക്കെ നിൽക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു കൺവെൻഷൻ നടന്നു. ഒരു സാഹിബ് വന്ന് പ്രസംഗിക്കുകയാണ്. ഞാനോട് ഇരിക്കുകയാണ്. എൻ്റെ അടുക്കൽ ഇരിക്കുന്നവരൊക്കെ പറഞ്ഞു, അവർ പറയും, ഞാനും മോളി. കാരണം അവരറിയരുതല്ലോ എനിക്ക് മനസ്സിലായത്. അവർ വിചാരിച്ചോണ്ട് എനിക്ക് മനസ്സിലായത്. അവർ പറഞ്ഞു ഗുഡ്. ഞാൻ പറഞ്ഞു വെരി ഗുഡ്. എനിക്ക് അത്രയൊക്കെ പറയാനറിയാം. സത്യം പറയുകയാണ്. അയാൾ പറഞ്ഞ 10-15 വാക്കല്ലാതെ എനിക്കൊന്നും മനസ്സിലായ. ഐ കം ബട്ട് യു ഗോ എന്ന് പറയുന്നത് മനസ്സിലായില്ല. എനിക്കത് വേദപുസ്തകം രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ. ലില്ലിയുടെ കയ്യിൽ വേദപുസ്തകം എടുത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ദൈവമേ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. അമേരിക്ക പാടല്ല, കാനഡയിൽ പാടല്ല, വേറെ പോയി താമസിക്കാനല്ല, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാമെങ്കിൽ ഞാൻ 12 സ്റ്റേറ്റ് ദൈവത്തോടൊന്ന് വാക്ക് പറഞ്ഞാൽ 12 സ്റ്റേറ്റിൽ പോയി സുവിശേഷം പ്രസംഗിക്കാം. ആരെങ്കിലും എൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കാണും. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം എന്നെ സഹായിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? 2.5 വർഷം കഴിഞ്ഞപ്പോൾ സായിപ്പന്മാരുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുവാനുള്ള കൃപ എൻ്റെ ദൈവം തന്നു. 11 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ യൂറോപ്പ് മുഴുവൻ യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ചു ഇംഗ്ലീഷിൽ. അങ്ങനെ എൻ്റെ യേശുവിൻ്റെ നാമം ഞാൻ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരിക്കും മുടിയൊക്കെ പോയത്. യേശുവിൻ്റെ നാമത്തിൽ ബുദ്ധിയുണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇംഗ്ലീഷ് പഠിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വേദപുസ്തകം പഠിക്കട്ടെ. ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ കർത്താവേ, നീ എനിക്ക് വേദപുസ്തകം മനസ്സിലാക്കി തരണം. യേശുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗസ്ഥനായ ദൈവത്തിന് നിനക്ക് കൃപ തരുവാൻ കഴിയും. സമയം ആയി വരുന്നു. ഞാൻ നിർത്താൻ ഭാഗ്യാണ്. ആ സമയത്ത് അവൻ ചെന്ന് കഴിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്വർണ്ണത്തെക്കാളും വെള്ളിയെക്കാളും ഏറ്റവും നിങ്ങളുടെ മക്കൾക്ക് എന്തോ കൊടുക്കണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം. പലരും വിചാരം എൻ്റെ മക്കൾക്ക് കുറച്ച് ഹോട്ടൽ ഉണ്ടാക്കി കൊടുക്കണം, എൻ്റെ മക്കൾക്ക് ഒരു കാർ വാങ്ങിച്ചു കൊടുക്കണം, എൻ്റെ മക്കൾക്ക് ഒരു വീട് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ പറയട്ടെ, വീടിനേക്കാൾ നല്ലത്, കാറിനേക്കാൾ നല്ലത്, വിദ്യാഭ്യാസത്തെക്കാൾ നല്ലത്, MBBS ഡിഗ്രിയേക്കാൾ നല്ലത്, അതിനേക്കാളൊക്കെ നല്ലത് യേശുവിൻ്റെ നാമമാണ്. ഞാൻ സ്വത്തില്ലാത്ത മനുഷ്യനാണ്, മനഃപൂർവ്വം സ്വത്തുണ്ടാക്കാത്ത മനുഷ്യനാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, മനഃപൂർവ്വം ഞാൻ സ്വത്തുണ്ടാക്കാൻ മറന്നുപോയി. അവരൊരു രൂപ തന്നതെല്ലാം ഞാൻ വടക്കേ ഇന്ത്യയിൽ വാരി കഴിഞ്ഞു. ജോണോസിന് എനിക്ക് 3 പ്രാവശ്യം വീട് വാങ്ങിക്കാൻ രൂപ തന്നു. ഞാനത് മുഴുവൻ വടക്കേ ഇന്ത്യയിൽ സൈക്കിളും മോട്ടോർ സൈക്കിളും ആക്കി മാറ്റി തീർത്തു. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം. ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ മക്കൾക്ക് 5-6 രൂപയും 5-6 പാൻറ്റും അല്ലാതെ എൻ്റെ ഒന്നും കിട്ടത്തില്ല. പക്ഷെ ഞാൻ അവർക്കൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, യേശുവിന്റെ നാമം. ഞാൻ ചോദിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ മക്കൾ രക്ഷിക്കപ്പെട്ടാണ്? അവർ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? അവൻ പറഞ്ഞു യേശുവിന്റെ നാമം. എന്നിട്ട് അവർ ചെന്നിട്ട് അവന്റെ വലത്തെ കരം പിടിച്ച് ഉയർത്തി. എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? അവൻ നിന്നെ ഉയർത്തുന്നവനാണ്. ചിലരുടെ ദൈവം തലയിൽ കൈവച്ച് ചവിട്ടിത്താക്കുന്ന സമയത്തോ എൻ്റെ ദൈവം ചവിട്ടിത്താക്കുന്നവനല്ല, അവൻ തുപ്പുന്നവനല്ല, പിന്നെയോ അവൻ കൈ പിടിച്ചുയർത്തുന്നവനാണ്. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ അവൻ പിടിച്ചുയർത്തി ഭാരമേൽ നിർത്തും. അവന് കൈ പിടിച്ച വലത്തുകരം പിടിച്ച് ഉയർത്തി. സഹോദരന്മാരൊക്കെ പറയട്ടെ, മറ്റുള്ളവരെയും വലത്തുകരം പിടിച്ച് ഉയർത്തുവാൻ ശ്രമിക്കണം. എട്ടാമത്തെ വാക്യം. And he leaping up stood and walked and entered with them into the temple, walking and leaping and praising God. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞുമ്പോൾ ചെറുത്തെടുത്തു പറഞ്ഞ് അവസാനിപ്പിക്കാം. അവൻ എന്ത് ചെയ്തു?
ദൈവാലയത്തിലേക്ക് പോയി. ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ നീ എന്തോ ചെയ്യും? ബോംബെയിലുള്ളൊരു സഹോദരി എനിക്കൊരു മോനുണ്ട്. ആ മോന് ഹാർട്ടിന് 3 വാൽവേ ഉള്ളൂ. എല്ലാവർക്കും 2 വാൽവ് വേണമെന്ന്. 4 വാൽവുണ്ട്. പക്ഷെ ആ കൊച്ചിന് 3 ഉള്ളൂ. എന്നൊക്കെ പറഞ്ഞ് ബ്രദറെ ബാക്കിയുള്ള പിള്ളേർ കളിക്കുമ്പോൾ എൻ്റെ മോന് കളിക്കാൻ വയ്യ ബ്രദർ, ഒന്ന് പ്രാർത്ഥിക്കണോ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറഞ്ഞൊരു പുസ്തകം അയച്ചു കൊടുത്തു. ആ സഹോദരി പുസ്തകം വായിക്കുമ്പോൾ വിശ്വാസം ഉണ്ടായി. മോനിങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ട് അപ്സ്റ്റേറിൽ താമസിക്കുന്നത്. മേലോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെയൊക്കെ പറഞ്ഞു, മോനെ പിടിക്കണ്ട, എൻ്റെ ഒരു പുസ്തകം കിട്ടി, ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായി. നിങ്ങളുണ്ടാവോട്ട് ആ കൊച്ചിൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് ഒരു ഒറ്റ പ്രാർത്ഥന. അടുത്ത ദിവസം കൊച്ചൻ രാവിലെ എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, മമ്മി ഇന്ന് എനിക്ക് നല്ല ഉഷാറായിട്ട് തോന്നുന്നത് കേട്ടോ, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ അമ്മ മോനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. 2ാമത് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കഴിഞ്ഞ 5-6 പ്രാവശ്യം എടുത്ത എക്സ്റേ ഒക്കെ വേറെ ആകാനിടയായിരുന്നു. യമന് 4 വാൽവുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ആ സഹോദരിയൊക്കെ പറഞ്ഞ, സഹോദരി ഒരു കാര്യം ചെയ്യും, ആ കൊച്ചൻ്റെ ഫോട്ടോയും സാക്ഷ്യം കൂടെ ഒന്ന് അയച്ചതാ, എനിക്ക് മാസിക്കാത്തൊന്ന് പബ്ലിഷ് ചെയ്യാൻ. അങ്ങനെ ആ സഹോദരി വേണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, പള്ളിക്കാരറിഞ്ഞാൽ കുഴപ്പമാകും, ഇത് വേറെ ആരും അറിയണ്ട. ഞാൻ ചോദിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം ചെയ്താൽ എല്ലാവരോടും പറയുവാനുള്ള തൻ്റെ ഒരു ആഗ്രഹം നിനക്കുണ്ടാവും. എൻ്റെ ദൈവം എനിക്കൊരു ബട്ടൺ തന്നു, കൊച്ചു ബട്ടൺ. ഇന്നലെ ഞാനത് പറഞ്ഞല്ലോ, ഒരു കൊച്ചു ബട്ടൺ തന്നു. ഞാൻ 37 രാജ്യത്ത് പോയിട്ടുണ്ട്. 37 രാജ്യത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം ഇനി എവിടെയെങ്കിലും അയച്ചാൽ ഞാൻ അവിടെ എല്ലാം പോയിട്ട് പറയും, ഈ ദൈവം നല്ലവനാണ്. എനിക്കൊരു ബട്ടൺ. ദൈവം എന്തെങ്കിലും നിനക്ക് ചെയ്താൽ, നിന്റെ ആസ്മയെ മാറ്റി തന്നു കഴിഞ്ഞാൽ, നിന്റെ വയറിനകത്തൊരു സൗഖ്യം തന്നാൽ, നിന്റെ പയറ്റിനെ സൗഖ്യമാക്കിയാൽ, നിന്റെ കുഞ്ഞിനെ വിവാഹം നടത്തി തന്നാൽ, അവന് നിന്റെ മക്കൾക്ക് കൊച്ചുമക്കളെ കൊടുത്താൽ ഞാൻ നിനക്ക് ചോദിക്കുകയാണ്, ഈ ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ നിനക്ക് കഴിയുമോ? അവൻ എഴുന്നേറ്റു, ദൈവത്തെ സ്തുതിച്ചു. അവൻ നേരെ പോയത് കള്ളുഷാപ്പിലേക്ക് ആയിരുന്നില്ല. അവൻ പിന്നീട് പോയത് സിനിമാ തിയേറ്ററിലേക്ക് ആയിരുന്നില്ല. പിന്നെയോ അപ്പോസ്തലന്മാരോടൊപ്പം ദൈവാലയത്തിനകത്തേക്ക് പോയി. എൻ്റെ ചോദ്യം, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ? 1995 ഒരു ക്രൂസൈഡ് നടക്കുന്ന സമയത്ത് ഡൽഹി വെച്ച് ഒരു മനുഷ്യൻ എൻ്റെ വന്ന് വെച്ച് പറഞ്ഞു, എനിക്ക് കിഡ്നി സ്റ്റോണാണ്, ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു. അയാളെ വീട്ടിൽ വിട്ടു. അയാൾ അടുത്ത ദിവസം വന്നത് ഒരു മഞ്ഞാടിക്കുരു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഒരു ഓറഞ്ചിൻ്റെ അരിയുടെ അത്രയുള്ള ഒരു കല്ലുമായിട്ടാണ്. എൻ്റെ വന്ന് വെച്ച് പറഞ്ഞു, തന്നെ ഞാൻ വീട്ടിലൂടെ ഇനി ബാത്റൂമിൽ പോകും. മലയാളത്തിൽ പറയട്ടെ, നല്ല മലയാളത്തിൽ, മൂത്രമൊഴിക്കണം. പക്ഷെ ബാത്റൂമിനകത്ത് ആരാണ്? ഒരു ബാത്റൂമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുളിക്കുന്ന കുളിമുറിയിലോട്ട് ചെന്നിട്ട് കാര്യം സാധിച്ചു. പെട്ടെന്ന് അതിവേദന വന്നു. ആ അതിവേദനയ്ക്കകത്ത് ഈ മൂത്രത്തോടൊപ്പം ഈ കല്ല് വെടിയാണ്. എനിക്കൊരു സംശയം, ഇത്രയും വലിയ ഒരു കല്ല് വെളിയിൽ വരാൻ സാധ്യതയില്ല. എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു ഡോക്ടർ ഇപ്പോൾ ഉണ്ട്, അമേരിക്കക്കാരൻ. ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞു, ഡോക്ടറിന് വന്ന ഡോക്ടർ ടോഡ് പ്രൈസ്, ഹ്യൂസ്റ്റൺ ടെക്സസ്. ഞാൻ പറഞ്ഞത് കിഡ്നി സ്റ്റോണാണ്. അയാൾ പറഞ്ഞ് ആയിരിക്കാം. ഡോക്ടർമാരെ തീർത്ത് പറയുന്നില്ല, അത് ലാബറട്ടറി പോയിട്ടേ എടുത്തുള്ളൂ. ആയിരിക്കാം. ഞാനിവിടെ പ്രാർത്ഥിച്ചു. 10 വർഷത്തിന് ശേഷം, 10-12 വർഷത്തിന് ശേഷം ഞാൻ അവിടുത്തെ മെത്തഡിസ്റ്റ് ചർച്ചിലെ കൺവെൻഷനെ പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചതിന് ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, ഒരു കിഡ്നി സ്റ്റോൺ പോയത് ഓർമ്മയുണ്ട്? നമ്മൾ എനിക്ക് ഓർമ്മയുണ്ട്, അതെൻ്റെ ഭർത്താവായിരുന്നു. ഞാൻ പറഞ്ഞു, സത്യം പറയാൻ പറഞ്ഞത് അയാൾ നിലവിളിക്കുന്നത് കേട്ടോണ്ട് ഞാൻ കുളിമുറി കയറി ചെന്നു. എൻ്റെ മുമ്പിൽ വെച്ചാണ് ഇത് വെളിയിൽ വന്നത്. ഇപ്പോഴും ഞങ്ങളത് സൂക്ഷിച്ചൊരു കുപ്പിക്കകത്തിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സുഖം. ഞാൻ ചോദിച്ചു, എത്തിയ ഭർത്താവ്? അത് കണ്ടുപിടിച്ച് അവിടെ കിടക്കും. ദൈവം ഭോഷത്വം കാണിച്ചതാണോ അയാളെ സൗഖ്യമാക്കിയത് എന്നെനിക്കൊരു ചെറിയ സംശയമില്ലാതെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവാ. ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ഒരു വലിയ കാര്യം ചെയ്തു. ഇന്ന് നിനക്ക് എന്റെ ദൈവമാണ്. എന്റെ വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും നയിക്കുവാൻ തന്നെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, യേശു ക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷത്തിൽ ചെയ്തത് ഇന്നും ചെയ്യും, നാളെയും ചെയ്യും. യേശു ക്രിസ്തു മർക്കോസിന്റെ സുവിശേഷത്തിൽ ചെയ്തത് ഇന്നും ചെയ്യും, നാളെയും ചെയ്യും. യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ചെയ്തത് ഇന്നും ചെയ്യും, നാളെയും ചെയ്യും. യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇന്നലെ ചെയ്തത് ഇന്നും ചെയ്യും, നാളെയും ചെയ്യും. യേശു ക്രിസ്തു അപ്പോസ്തല പ്രവൃത്തിയിൽ ഇന്നലെ ചെയ്തത് ഇന്നും ചെയ്യും, നാളെയും ചെയ്യും. എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്താൽ നീ എവിടെ പോകും?
അപ്പോസ്തലന്മാരോടൊപ്പം ആരാണ് അപ്പോസ്തലൻ? മാനസാന്തരപ്പെട്ടവർ മാനസാന്തരം പ്രസംഗിക്കണം. ആരാണ് അപ്പോസ്തലൻ? സ്നാനപ്പെട്ടവർ സ്നാനം പ്രസംഗിക്കണം. ആരാണ് അപ്പോസ്തലൻ? പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവർ പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ എവിടെപ്പോ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കണം. ഈ മനുഷ്യൻ 40 വർഷം ദൈവാലയത്തിന്റെ വാതിൽക്കലിരുന്ന് ശാലോം ശാലോം സ്വോത്രം സ്വോത്രം എന്ന് പറഞ്ഞിട്ട് അവൻ ഒന്നും കിട്ടിയില്ല. അവൻ സുന്ദരമെന്ന ഗോപുരത്തിന്റെ ഇടയ്ക്കൽ ഇരുന്നിട്ട് നല്ല വീട്ടുപേരുണ്ടായിരുന്നിട്ട് അവനൊന്നും കിട്ടിയില്ല. അവന്റെ അഡ്രസ് കൈറോ സുന്ദരം എന്നായിരുന്നു. താഴെ ഇരിക്കുന്നത് അവൻ ശലോമോന്റെ മണ്ഡപത്തിൽ ഇരുന്നാണ്. ഒരു പുണ്യവാളനെ അവനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അതുവഴി ഒരു പുരോഹിതനും അവനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അപ്പോസ്തലൻ അതുവഴി വന്നപ്പോൾ അവന്റെ ജീവിതം മാറി. ഞാൻ അപ്പോസ്തലനാണെന്ന് അവകാശപ്പെടുന്നില്ല. പക്ഷെ അപ്പോസ്തലന്മാർ ശുശ്രൂഷ കർത്താവായ ദൈവം എനിക്ക് തന്നിട്ടില്ല. ഞാൻ അപ്പോസ്തലനോട് വാക്ക് ഉപയോഗിക്കാത്ത മനുഷ്യനാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ചോദിക്കട്ടെ, ഇന്ന് ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ എവിടെയായിരിക്കും നീ നാളെ ആരാധിക്കാൻ പോകുന്നത്? എന്റെ ദൈവം നിനക്ക് വേണ്ടി അർത്ഥം ചെയ്യാൻ പോകും. ആർക്കാണ് ആഗ്രഹം എനിക്ക് രക്ഷിക്കപ്പെടുന്നത്? ഇതുവരെ ജീവിച്ചത് മതി. സിഗരറ്റിനും കഞ്ചാവിനും കള്ളിനും വീട്ടിലെ അടിപിടിക്കും സമാധാനമില്ലായ്മയ്ക്കും ഞാൻ ജീവിച്ചത് മതി. എനിക്ക് മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹമുള്ളത് നെഞ്ചത്ത് കൈവച്ചാണ് യേശുവിനോട് പ്രാർത്ഥിച്ചാണ്. യേശുവെ എന്നെ രക്ഷിക്കണമേ, യേശുവെ എന്നെ രക്ഷിക്കണമേ, യേശുവെ എന്നെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം എന്നെ രക്ഷിക്കും. യേശുവിനോട് നിലവിളിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക. അവൻ നിന്നെ രക്ഷിക്കും. ഇപ്പൊ പ്രാർത്ഥിച്ചാണ്. യേശുവെ പറഞ്ഞാണ്, യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ പറഞ്ഞാണ്. ഉറക്കെ പറഞ്ഞാണ്. കേൾക്കട്ടെ, പിശാച് കേൾക്കട്ടെ, ദൈവം കേൾക്കട്ടെ, അടുത്തിരിക്കുന്നവർ കേൾക്കട്ടെ. രക്ഷിക്കപ്പെടുക. യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. നീ ഇന്നു മുതൽ എന്റെ ദൈവം. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകത്തില്ല. ദൈവത്തിന്റെ പൈതലായി ജീവിക്കും ഞാൻ ഇന്നു മുതൽ. ഈ ശനിയാഴ്ച 9:15 മുതൽ ദൈവപൈതലായി ജീവിക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ആരാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് മാനസാന്തരപ്പെടാനുള്ള ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ കൈ ഉയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, ഇനിമാരെങ്കിലും 12, ഇനിമാരെങ്കിലും കൈതാത്തില പ്രാർത്ഥിക്കുകയാണ്. നല്ലവനായ എൻ്റെ കർത്താവേ, ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരെ രക്ഷിക്കണമേ. സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കണമേ. യേശുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കാൻ, യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് ജീവിക്കുവാൻ അവരെ സഹായിക്കണം. അവരെ അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ നിങ്ങൾ ഈ തീരുമാനമെടുത്തെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയിൽ പോകണം. അല്ലെങ്കിൽ അടുത്ത കൺവെൻഷനിൽ കൈപൊക്കേണ്ടിയ ഗതികേട് വരും. കടകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം, രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമാണ്. ഇന്ന് ഞാൻ കാറിലിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ യാത്ര ചെയ്തു വന്ന കോയിലിലെ ജോൺ മാത്യുവിൻ്റെ ഭാര്യ ഗ്രേഷ്യൻ്റെ കഥ പറഞ്ഞു. 1983 ഞാൻ അവിടെ ചെന്നപ്പോൾ ആ സഹോദരിക്ക് വേണ്ടി ഒരു സർജറി ഡോക്ടറെ ഡേറ്റ് കൊടുത്തതാണ്. ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് വെച്ച് പറഞ്ഞു, വേണ്ട, ഓപ്പറേഷൻ ഇല്ല. കർത്താവ് ആ സഹോദരിയെ സൗഖ്യമാക്കി. ഇവിടെ ഇരിപ്പുണ്ട് സഹോദരി. ആ ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. ആ ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. ആരാണ് രോഗി? രോഗമുള്ള ഭാഗത്ത് കൈവയ്ക്കാം. വയറിനകത്തോ, ചെവിയിൽ, കഴുത്തിൽ, എവിടെയാണ് അസുഖം? കൈവച്ചാണ് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നു സ്വർഗത്തിലെ ദൈവമേ, അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമം ഞാൻ പ്രാർത്ഥിക്കുന്നു. ചെവി തുറക്കട്ടെ, കഴുത്തിന്റെ വേദന മാറട്ടെ, നടുവേദന മാറട്ടെ, വയറിനകത്ത് സൗഖ്യമുണ്ടാകട്ടെ, ഫയൽസ് സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫയൽസ് സൗഖ്യമുണ്ടാകട്ടെ, മുട്ടുവേദന മാറട്ടെ, ആർത്രൈറ്റിസ് മാറട്ടെ. യേശുവിന്റെ നാമം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്തവർ 3 പേരുണ്ട്. ഉറക്കമില്ലാത്തവർ കൈവക്കാം, പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്തവർ 1, 2, 3 പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവമേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ന് രാത്രി അവർ സുഖമായിട്ട് ഉറങ്ങട്ടെ. യേശുവിന്റെ നാമം ഞാൻ പ്രാർത്ഥിക്കുന്നു. സുഖമായിട്ട് ഉറങ്ങട്ടെ. യേശുവിന്റെ നാമം ഞാൻ പ്രാർത്ഥിക്കുന്നു.
രോഗശാന്തി ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജോലി നല്ലത് കിട്ടണമെന്നുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. കൈ ഉയർത്താൻ ഞാൻ പറയത്തില്ല, നെഞ്ചത്ത് കൈവയ്ക്കാം. ജോലിയില്ല, നല്ല ജോലി വേണം, നെഞ്ചത്ത് കൈവച്ചാട്ടെ. എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, എൻ്റെ കയ്യിൽ ജോലി കൊടുക്കാനില്ല, എൻ്റെ കയ്യിൽ വെള്ളിയില്ല, എൻ്റെ കയ്യിൽ സ്വർണമില്ല, പക്ഷേ എൻ്റെ മക്കൾ ഉള്ളത് ഞാൻ കൊടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജോലി ഉണ്ടാകട്ടെ, വേക്കൻസി ഉണ്ടാകട്ടെ, നല്ല കസേര ഉണ്ടാകട്ടെ, നല്ല തൊഴിൽ കിട്ടട്ടെ, നല്ല ഉദ്യോഗസ്ഥരായി തീരട്ടെ, വീട്ടിലെ വരുമാനം വർദ്ധിക്കട്ടെ, അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിവാഹം നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മക്കൾ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ സ്വർഗസ്ഥനായ ദൈവം അത്ഭുതം ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാണ്, കൈ ഉയർത്തിയാണ്, ദൈവത്തെ സ്തുതിക്കാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, അത്ഭുതം, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. God
എന്നെ വിളിക്കൂ.